ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2013 ഒരു മിസ്റ്ററി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഇത് ബെസ്റ്റ് ഓഫർ, അതേപോലെ തന്നെ ഇത് ബെസ്റ്റ് മൂവി, ഇത് ബെസ്റ്റ് ക്ലൈമാക്സ്, ഇങ്ങനെ പല രീതിയിലും പറഞ്ഞുകൊണ്ടേ പോവാം. അതുപോലുള്ള ഒരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മൂവിയുടെ പേര് ദി ബെസ്റ്റ് ഓഫർ. ഈ ഒരു മൂവി ചെയ്യാനായിട്ട് 1-2 പേര് കമന്റ് ചെയ്തിരുന്നു. നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുന്ന മൂവീസ് ഞാൻ കാണുന്നുണ്ട്. ഈ ഒരു മൂവി ഡ്രീം റണ്ണർ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരനാണ് കമന്റ് ചെയ്തത്. അപ്പോൾ നിങ്ങളിവിടെ കമന്റ് ചെയ്യുമല്ലോ, ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മൂവീസ് ഇങ്ങനെ പറയും. ആദ്യം എന്താ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ട്രെയിലർ എടുത്ത് കാണും. എന്നിട്ട് ഇൻട്രസ്റ്റഡ് ആണോ അല്ലയോ എന്ന് ഇങ്ങനെ നോക്കും. ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അടുത്തത് മലയാളത്തിൽ വേറെ ആരെങ്കിലും ഈ ഒരു മൂവി ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ആ ഒരു മൂവി ചെയ്യാറില്ല. കാരണം ആൾറെഡി തന്നെ നമ്മുടെ ചാനലിൽ വ്യൂ കുറവാണ്. പിന്നെ മറ്റൊരാൾ ചെയ്ത മൂവി കൂടി എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ, പിന്നെ വ്യൂ ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചെയ്ത മൂവീസ് അധികം അങ്ങനെ ചെയ്യാത്തത്. ഓക്കെ, എന്തായാലും ഈ ഒരു മൂവി സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അധികം ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ ഒരു ഇൻട്രോയിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലുള്ളൊരു മൂവിയാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഒരു മൂവി ഇങ്ങനൊരു ക്ലൈമാക്സിൽ കൊണ്ട് നിർത്തുമെന്ന്. അതുകൊണ്ട് ഇതിലും കൂടുതലും ഞാൻ ഈ ഒരു മൂവിയെ പറ്റി പറയുന്നില്ല. അതുകൊണ്ട് അധികം പറയാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ തുടക്കത്തിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള വിർജിൽ, അയാളെ എല്ലാവരും ഓൾഡ് മാൻ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഹീറോ എന്ന് തന്നെ വിളിക്കാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ ഹീറോയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ലേല കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. വേറെ ഒന്നുമല്ല, ഈ ഒരു പെയിന്റിങ് പഴയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ലേലം വിളിക്കുന്ന ആ ഒരു കമ്പനിയിലെ ഒരു മാനേജിംഗ് ഡയറക്ടർ. അപ്പോൾ എല്ലാവരെയും ഹാളിലേക്ക് ഇരുത്തിയിട്ട് ഈ ഒരു ലേലം വിളി നടത്തുന്നത് തന്നെ ഹീറോ ആണ്. അതുമല്ല, നമ്മുടെ ഹീറോയ്ക്ക് OCD എന്ന് പറഞ്ഞ ആ ഒരു പ്രോബ്ലം ഉണ്ട്. വേറെ ഒന്നുമല്ല, ഈ ഒരു വൃത്തി കൂടുതലായിട്ടുള്ള ആ ഒരു അസുഖം ഉണ്ടല്ലോ, അത് തന്നെയാണ്. ഈ മറ്റുള്ളവരെ ഡയറക്റ്റായിട്ട് തൊടാതെ കയ്യിൽ എപ്പോഴും ഒരു ഗ്ലൗസ് ധരിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഗ്ലൗസുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഹീറോയ്ക്കുണ്ട്. കൂടാതെ നമ്മുടെ ഹീറോ ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീകളുടെ മുഖത്തും അയാൾ അധികം അങ്ങനെ നോക്കത്തുമില്ല. സ്ത്രീ സുഹൃത്തുക്കളും അധികമായിട്ട് അങ്ങനെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ തന്റെ ജീവിതം ഒറ്റയ്ക്കാണ് ജീവിച്ച് തീർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ജീവിതം നമ്മുടെ ഹീറോ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ചുറ്റിനുള്ള എല്ലാവർക്കും അതൊരു അത്ഭുതമാണ്. അയാൾ എന്ത് ചെയ്താലും എന്തൊരു അത്ഭുതത്തോടെയാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത്. അതുമല്ല, ഒരു വലിയ കോടീശ്വരനും കൂടിയാണ് നമ്മുടെ ഹീറോ. അങ്ങനെ ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരുന്നിട്ട് ആഹാരം കഴിക്കുന്ന സമയത്താണ് അവസാനം അവരെല്ലാവരും, സാർ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഷെഫ് സ്പെഷ്യലായിട്ട് ഒരു കേക്ക് നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ ബർത്ത്ഡേ ആണെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് ഇതെന്നും പറഞ്ഞിട്ട് ആ ഒരു കേക്ക് കൊണ്ട് അവിടെ വെക്കുമ്പോഴത്തേക്കും ആ ഒരു മെഴുകുതിരി കത്തി തീരുന്നത് വരെയും ഹീറോ അത് തൊടത്തില്ല. അങ്ങനെ അവർ വന്നിട്ട്, സാർ എന്ത് പറ്റി, കേക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതിന് ഇന്നല്ല എൻ്റെ ബർത്ത്ഡേ, നാളെയാണ്. മുൻകൂട്ടി ഒരു കാര്യങ്ങളും പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഇത് ഞാൻ മറ്റൊരു ദിവസം എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു കേക്ക് അവിടെ വെച്ചിട്ട് പോകുന്നു. ഇപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ ഹീറോയുടെ ഒരു ക്യാരക്ടർ എന്താണെന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ നേരെ ഓഫീസിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവിടെയുള്ള ഒരു അസിസ്റ്റന്റ് പറയുന്നത്, സാർ, നിങ്ങളുടെ ജന്മദിനമായിട്ട് ഇന്ന് ആദ്യമായിട്ടൊരു കോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ക്ലെയർ എന്ന് പറഞ്ഞൊരു ലേഡിയാണ് ലൈനിലുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഹീറോ അവരോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും ആ ഒരു ലേഡി, സാർ, എൻ്റെ പേര് ക്ലെയർ എന്നാണ്, എനിക്ക് സംസാരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഞാനിതൊരു ടെൻഷനിലാണെന്നെല്ലാം പറയുമ്പോഴത്തേക്കും, അല്ല, ഇത് ഹെൽപ്പ് ലൈൻ നമ്പർ ഒന്നുമല്ല, അതുപോലെ എനിക്ക് അധികമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ സമയമില്ല എന്ന് പറയുമ്പോൾ, സോറി സാർ, ഫോൺ വെക്കരുത് പ്ലീസ്, എനിക്കൊരു കാര്യം പറയാനാണ്. ഇത് പഴയ കുറച്ച് ഫർണിച്ചറുകൾ അത് ലേലം വിളിക്കുന്നതിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വീട്ടിൽ പഴയ ഒരുപാട് സാധനങ്ങളുണ്ട്. അതുമല്ല, 1 വർഷം മുന്നേ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. അതുമല്ല, ഒരുപാട് പെയിന്റിങ്ങുകളും എല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് വന്ന് വാല്യുവേഷൻ ചെയ്യണം, എന്നിട്ട് അതെല്ലാം എനിക്ക് വേണ്ടി ഒന്ന് ലേലത്തിൽ വിറ്റ് തരണം എന്നുള്ള രീതിയിൽ ഇയാളോട് പറയുമ്പോൾ, അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ലേലം വിളിക്കുന്ന സ്ഥലത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് ഹീറോ ഇപ്പോൾ അവിടെ നിന്ന് ലേലം വിളിക്കുകയാണ്. ആദ്യം ഒരു പഴയ കാലത്തെ ടെലസ്കോപ്പാണ് കാണിക്കുന്നത്. 2,700,000 യൂറോസ്, അതിനാണ് ആ ഒരു ടെലസ്കോപ്പ് ലേലം വിളിച്ച് വിൽക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഒരു താടിക്കാരനായിട്ടുള്ള ഒരു അപ്പൂപ്പൻ ഇരിപ്പുണ്ട്. അങ്ങനെ ആ ഒരു ലേലം വിളി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഒരു പഴയ കാലത്തെ പെയിന്റിംഗ് ആണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു പെയിന്റിങ്ങും അതിൻ്റെ പ്രത്യേകതകളെല്ലാം പറഞ്ഞിട്ട് അതിങ്ങനെ ലേലം വിളിക്കുമ്പോഴത്തേക്കും ഓരോരുത്തരായിട്ട് ആ ഒരു ലേലം വിളി സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യം 1000 യൂറോയ്ക്കാണ് ഈ ഒരു പെയിന്റിങ് ലേലം വിളിച്ച് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് 8,000, 9,000, 10,000. അതിനിടയിൽ ആ ഒരു താടിക്കാരനായിട്ടുള്ള അപ്പൂപ്പനുണ്ടല്ലോ, ആ ഒരു അപ്പൂപ്പനും ഈ ഒരു പെയിന്റിങ്ങിന് വേണ്ടിയിട്ട് ലേലം വിളിക്കുന്നുണ്ട്. ഓരോരുത്തർ എത്ര പറയുന്നോ അതിന് കൂടുതലാണ് ഈ ഒരു അപ്പൂപ്പൻ പറയുന്നത്. അങ്ങനെ 20,000 യൂറോയ്ക്ക് ആ ഒരു താടിക്കാരനായിട്ടുള്ള അപ്പൂപ്പനുണ്ടല്ലോ, ആ ഒരു അപ്പൂപ്പൻ ഈ ഒരു പെയിന്റിങ് വാങ്ങുകയാണ്. അങ്ങനെ ആ ഒരു ലേലം വിളി കഴിഞ്ഞിട്ട് ക്ലെയർ എന്ന് പറഞ്ഞ ആ ഒരു ലേഡി അവരുടെ ആ ഒരു വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഹീറോ നേരെ ആ ഒരു വീട്ടിലേക്ക് ചെല്ലാണ്. കാണിക്കുമ്പോഴത്തേക്കും വലിയൊരു ബംഗ്ലാവാണത്. അതുപോലെ അതിന് വെളിയിലാണെങ്കിൽ ഗേറ്റ് ഇങ്ങനെ പൂട്ടിയിട്ടേക്കാണ്. അങ്ങനെ അവിടെ ചെന്ന് ഒരുപാട് നേരം ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നല്ല ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആരും ഡോർ തുറന്ന് വരികയോ അല്ലെങ്കിൽ വെളിയിൽ നമ്മുടെ ഹീറോയെ വിളിച്ചിട്ട് ഒരാൾ കാത്തു നിൽക്കുക പോലും ചെയ്യുന്നില്ല. അങ്ങനെ ഹീറോ ആയാലും ആ ഒരു ഗേറ്റ് തുറക്കാൻ വേണ്ടി തൻ്റെ കർച്ചീഫ് എടുത്തിട്ട് ആ ഒരു ഗേറ്റിൽ പിടിച്ച് അത് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് പൂട്ടിയിട്ടേക്കാണ്, അതുകൊണ്ട് അത് തുറക്കാനും കഴിയുന്നില്ല. അങ്ങനെ കുറച്ചു നേരം വെളിയിൽ കാത്തു നിൽക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ മഴ പെയ്യുന്നു.
ആരും വരാത്തത് കൊണ്ട് തന്നെ ഹീറോ അവിടെ നിന്ന് തിരിച്ചു പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കാണ് നേരത്തെ ലേലം വിളിയിൽ ഒരു 20,000 യൂറോയ്ക്ക് ഒരു പെയിൻറ്റിങ് ലേലം വിളിച്ച് ഒരു താടിക്കാരൻ അപ്പൂവൻ വാങ്ങിയിരുന്നല്ലോ. സത്യത്തിൽ ആ ഒരു അപ്പൂവൻ നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ലേലം വിളിച്ചത്. ഇവിടെയാണ് നമ്മുടെ ഹീറോ ചെയ്യുന്ന മറ്റൊരു കാര്യം. ഇവിടെ ഒരു ലേലം വിളിക്കുന്ന സമയത്ത് ഈ പഴയ കാലത്തെ പെയിൻറ്റിങ്ങുകളുണ്ടല്ലോ, അതും കൂടുതലായിട്ടും ഈ ഒരു സ്ത്രീകളുടെ പെയിൻറ്റിങ്ങുകളാണ്. അത്തരം പെയിൻറ്റിങ്ങുകളെല്ലാം നമ്മുടെ ഹീറോ ഈ ഒരു അപ്പൂപ്പനെ കൊണ്ട് ലേലം വിളിച്ച് ഹീറോ തന്നെ വാങ്ങിക്കും. ഇപ്പോൾ ലേലം വിളിക്കുന്ന ആൾ തന്നെ ആ ഒരു പെയിൻറ്റിങ് വാങ്ങാനായിട്ട് ഒരിക്കലും അനുവാദമില്ല. അതുകൊണ്ടാണ് ഹീറോ ഈ ഒരു അപ്പൂപ്പനെ നിർത്തിയിട്ട് ലേലം വിളിയിലൂടെ അത് വാങ്ങുന്നത്. പക്ഷെ അവിടെ ഇരിക്കുന്ന മറ്റാർക്കും ഈ ഒരു കാര്യം അറിയത്തില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര നാണക്കേടായിരിക്കും. അതുമല്ല നമ്മുടെ ഹീറോ ആണെങ്കിലോ എത്ര വില മതിക്കുന്ന പെയിൻറ്റിങ് ആണെങ്കിലും വേറെ ആർക്കും കൊടുക്കാതെ അത് ലേലം വിളിച്ച് വാങ്ങിയിരിക്കും. അപ്പോൾ ഈ ഒരു അപ്പൂപ്പൻ ചോദിക്കുന്നുണ്ട്, അല്ല ഈ ഒരു പെയിൻറ്റിങ് ആരാ വരച്ചതെന്ന് ചോദിക്കുമ്പോൾ യാൻസ്കി എന്ന് പറഞ്ഞിട്ട് 30കളിലുണ്ടായിരുന്ന ഒരു റഷ്യൻ പെയിൻറ്ററാണ് ഈ ഒരു ചിത്രം വരച്ചത് എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോ തൻ്റെ ഗ്ലൗസ് ഊരിയിട്ട് ആ ഒരു പെയിൻറ്റിങ്ങിനെ തൊട്ട് നോക്കും. ഇപ്പോൾ ഹീറോയ്ക്ക് OCD എന്ന് പറഞ്ഞ ആ ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ നമ്മുടെ ഹീറോ ഈ ഒരു പെയിൻറ്റിങ് തൊടാൻ വേണ്ടി മാത്രമേ തൻ്റെ ആ ഒരു ഗ്ലൗസ് അവൻ ഊരാറുള്ളൂ. അതുമല്ല ഒരു പെയിൻറ്റിങ് കണ്ടു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള A to Z എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹീറോയ്ക്ക് അറിയാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഒരു പെയിൻറ്റിങ് നേരെ കിച്ചണിലേക്ക് കൊണ്ടുവച്ച് അവിടെ ഇരുന്ന് ആഹാരം എല്ലാം കഴിച്ചിട്ട് ആ ഒരു പെയിൻറ്റിങ് എടുത്ത് ഇപ്പോൾ ആ ഒരു ഗ്ലൗസ് എല്ലാം ശേഖരിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു റൂമുണ്ടല്ലോ, അതിനുള്ളിലായിട്ട് മറ്റൊരു സീക്രട്ട് റൂമുണ്ട്. അതിനകത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അങ്ങനെ ആ ഒരു റൂം തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് കാണിക്കുമ്പോൾ ഹീറോ വാങ്ങി വെച്ച ആ ഒരു പെയിൻറ്റിങ്ങുകളുടെ എണ്ണം അത് എല്ലാം സ്ത്രീകളുടെ ചിത്രങ്ങളാണ്. ഇതെല്ലാം ഒരു വലിയ റൂമിൽ അതൊരു 10-500 പെയിൻറ്റിങ്ങുകൾ എന്തായാലും ഉണ്ടാവും. ഇതെല്ലാം വിൽക്കുമ്പോൾ തന്നെ കോടിക്കണക്കിനുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഹീറോ എന്തുമാത്രം കോടീശ്വരനാണെന്ന്. അങ്ങനെ ആ ഒരു പെയിൻറ്റിങ്ങുകളെല്ലാം ഒറ്റയ്ക്കിരുന്ന് അവിടെ ഇരുന്ന് കാണുക, ഇതാണ് ഹീറോ ചെയ്യുന്ന ഒരു രീതി. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഹീറോ ഇപ്പോൾ ആരോട് ദേഷിച്ച് സംസാരിക്കുന്നു. വേറെ ഒന്നുമല്ല, ക്ലെയർ എന്ന് പറഞ്ഞ ആ ഒരു ലേഡി ഇന്നലെ വിളിച്ചിട്ട് ഹീറോ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് അത്രയും ദേഷ്യം. അല്ലാതെ തന്നെ ഹീറോയെ പറ്റി അറിയാലോ, എൻ്റെ 36 വർഷത്തെ ഈ ഒരു ബിസിനസ്സിൽ എനിക്ക് ഇങ്ങനൊരു കാര്യം ഒരിക്കലും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളോട് ഒരു ഡീലിങ്ങും ഇല്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കാണ്, സോറി എനിക്ക് വേറെ തിരക്കായിരുന്നു, എനിക്ക് നിങ്ങളെ വിളിക്കാൻ പറ്റിയില്ല, എനിക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ ഇല്ലായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഹീറോ അതൊന്നും എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യും. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഹീറോയുടെ ആ ഒരു സഹായി വന്നിട്ട്, സാർ ആ ഒരു ലേഡി ലൈനിലുണ്ട്, അവരോട് പോകാൻ പറ. ഇല്ല സാർ, അവർക്ക് എന്തോ ബുദ്ധിമുട്ട് അസുഖം എന്തോ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ആംബുലൻസിനെ വിളിക്കാനുള്ള തിരക്കിലായിരുന്നു, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയതുകൊണ്ടാണ് അവർക്ക് നിങ്ങളെ കാണാൻ കഴിയാത്തത് എന്നെല്ലാം അവർ പറയുന്നത് എന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഓക്കെ ശരി, കോൾ കണക്ട് ചെയ്യ് എന്ന് പറയുന്നതും ഇപ്പോൾ ആ ഒരു ലേഡി ആണെങ്കിലും പെട്ടെന്ന് ഹീറോയെ വിളിച്ചിട്ട്, സോറി സാർ, നിങ്ങളോട് അങ്ങനെ കാണിക്കാനായിട്ട് ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ല, എന്നോട് ക്ഷമിക്കണമെന്നെല്ലാം പറഞ്ഞ് അവർ കരയാണ്. അപ്പോൾ ഹീറോ പറയും, ഇല്ല കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നാളെ തന്നെ എന്നെ അവർ പുറത്തു വിടും, അതുകൊണ്ട് എനിക്കൊരു പുതിയ അപ്പോയിൻമെൻറ്റ് നിങ്ങൾ തരുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ കുറച്ച് നേരം ആലോചിച്ചിട്ട് ഓക്കെ ശരി തരാമെന്ന് ഇങ്ങനെ പറയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ 2 സ്ത്രീകൾ കൊണ്ടുവന്ന ഒരു പഴയ ചിത്രം അത് ഹീറോ ഇങ്ങനെ പരിശോധിച്ച് നോക്കാണ്, അത് ഒറിജിനലാണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. അങ്ങനെ തൻ്റെ കൈ കൊണ്ട് അതിങ്ങനെ തൊട്ട് നോക്കിയിട്ടാണ് അവരോട് പറയുന്നത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പോൾ ആ ഒരു സ്ത്രീകൾ പറയും, ഇല്ല സാർ, ഇല്ല ഓൾഡ് മാൻ, ഇത് ഒറിജിനൽ തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് അതെടുത്ത് ഇങ്ങനെ നോക്കിയിട്ടാണ് പറയുന്നത്, ഇത് നോക്ക്, ഈ ഒരു പെയിൻറ്റിങ് ചെയ്തത് ഒരു ലേഡിയാണ്, അവരുടെ പേര് വിയിലാണ് തുടങ്ങുന്നത്, അതുമല്ല അവരുടെ ഒരു സിഗ്നേച്ചർ ഉണ്ട്, അത് ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാവും എന്നും പറഞ്ഞിങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു പെയിൻറ്റിങ്ങിൽ ആ ഒരു സ്ത്രീയുടെ കണ്ണിലാണ് വി എന്നുള്ള ആ ഒരു സിഗ്നേച്ചറിൻ്റെ ഭാഗം വരച്ചു വെച്ചിട്ടുള്ളത്. അതുമല്ല ആ ഒരു സമയത്ത് തന്നെ ഇതിൻ്റെ ഒരുപാട് കോപ്പികൾ അവർ മാറ്റിയിരുന്നു, അതുകൊണ്ട് ഇതൊരിക്കലും ഒറിജിനൽ അല്ല എന്ന് അത് നോക്കി തന്നെ ഇങ്ങനെ പറയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ വീണ്ടും ക്ലെയർ എന്ന് പറഞ്ഞ ആ ഒരു ലേഡിയുടെ ആ ഒരു വീടുണ്ടല്ലോ അവിടെ ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു കെയർ ടേക്കർ ഉണ്ട്, അയാളുടെ പേര് ഫ്രെഡ് എന്നാണ്. അത്യാവശ്യം നല്ല പ്രായമുള്ള ഒരാളാണ്, നടക്കുമ്പോൾ തന്നെ നല്ലതുപോലെ കിതക്കെല്ലാം ചെയ്യുന്നുണ്ട്. അയാൾ വന്നിട്ട് ഹീറോയെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല ഇബസ്റ്റൺ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇബസ്റ്റൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ലേഡിയുടെ പേരാണ് ക്ലെയർ ഇബസ്റ്റൺ എന്നാണ് പൂർണ്ണമായിട്ടുള്ള പേര്. ഹീറോ ഇപ്പോൾ അവരെ വിളിക്കുന്നത് ഇബസ്റ്റൺ എന്നാണ്. അപ്പോൾ ആ ഒരു കെയർ ടേക്കർ പറയും, ഇല്ല അവർക്ക് കുറച്ച് പനി ആയതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഇവിടെ ഇല്ലയെന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ എൻ്റെ സമയം വെറുതെ പാഴാക്കരുത്, ഞാൻ പോവാണെന്ന് പറയുമ്പോൾ, ഇല്ലില്ല നിങ്ങളിവിടെയുള്ള കാര്യങ്ങളൊക്കെ മൂല്യനിർണ്ണയം നടത്തിക്കോ, മൂല്യനിർണ്ണയം നടത്താനായിട്ട് അനുവാദം തന്നിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, ബാ ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ആ ഒരു വീടിനകത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് വലിയൊരു ബംഗ്ലാവാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഒരുപാട് പഴയ കാര്യങ്ങളുണ്ട്, ചിത്രങ്ങൾ, മേശ, കസേര, ഇങ്ങനെ ഒരുപാട് പഴയ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു കെയർ ടേക്കർ പറയുന്നുണ്ട്, ഇബസ്റ്റൻ്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം അവൾ മാത്രമേ ഇവിടെ ഒറ്റയ്ക്കുള്ളൂ, അതുമല്ല പുള്ളിക്കാരിക്ക് പിന്നെ ജീവിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഇതെല്ലാം വിൽക്കാൻ തീരുമാനിച്ചത്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇവിടെ തന്നെ കാണുമായിരുന്നു എന്നും പറഞ്ഞ് ഓരോ മുറികളായിട്ട് ഇങ്ങനെ കൊണ്ട് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല ഇബസ്റ്റന് സഹോദരിമാരാരുമില്ലേ? ഇല്ല ഒറ്റ മോളാണ്. ഇല്ല അവൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല.
ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ഇതുവരെ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. അവൾക്കൊരു കാമുകം പോലുമില്ല. അപ്പോൾ മുത്തശ്ശിമാര്, അമ്മായിമാര്, അമ്മാവന്മാര് ഇവരാരുമില്ല? ആരുമില്ല, അവൾ മാത്രമേ ഉള്ളൂ. എനിക്കറിയാവുന്നിടത്തോളം ഇബസ്റ്റൺ ഒറ്റയ്ക്കാണ് ഇത്രയും കാലം ജീവിച്ചത്. അതുപോലെ ഇതിനകത്ത് ഒരുപാട് മുറികളുണ്ട്, ഇതെല്ലാം ഞാൻ എണ്ണി തീർത്തിട്ടില്ല എന്നും പറഞ്ഞിട്ട് മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് പറയുന്നത്, ഇബസ്റ്റന് ഏറ്റവും ഇഷ്ടമുള്ളൊരു മുറിയാണിത്. ഇവിടെയാണ് അവൾ എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കുന്നത്. ഒരുപാട് പെയിന്റിങ്ങും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല ഈ ഒരു വീട് വിൽക്കാനായിട്ട് അവൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഇതെല്ലാം വിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും, ഓക്കെ ശരി, ഇതിൻ്റെ നിലവറ എനിക്ക് കാണണമെന്ന് പറയുമ്പോൾ അയാൾ പറയും, അത് എനിക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഹീറോയെ നേരെ താഴേക്ക് കൊണ്ടുപോയിട്ട് ആ ഒരു ബേസ്മെന്റ് ഭാഗമുണ്ടല്ലോ അതിങ്ങനെ തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഹീറോ അകത്തേക്ക് ചെന്ന് ഓരോന്നടി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ പൊടിയുള്ളത് കൊണ്ട് തന്നെ ഒരു ടവലെടുത്ത് മൂക്കിനെ മൂടിയിട്ടാണ് നടക്കുന്നത്. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് ഹീറോ എന്തോ ഒരു കാര്യം കാണുന്നത്. എന്തോ ഒരു ഉപകരണത്തിന്റെ ചെറിയൊരു ഭാഗമാണ് അത്. ഇതുവരെ ഹീറോ കണ്ടിട്ടില്ല. അങ്ങനെ ആ ഒരു കാര്യം ആ ഒരു കെയർ ടേക്കർ അറിയാതെ പതിയെടുത്ത് പോകലിലേക്ക് വെച്ച് അത് കഴിഞ്ഞ് ഹീറോ അത് തന്റെ സുഹൃത്തായിട്ടുള്ള റോബർട്ടിനെ കൊണ്ട് കാണിക്കുകയാണ്. റോബർട്ട് ഒരു മെക്കാനിക്കാണ്. അപ്പോൾ റോബർട്ട് ആയാലും ഇത് പരിശോധിച്ച് നോക്കിയിട്ട്, എനിക്ക് തോന്നുന്നു ഈ ഒരു കാലത്തൊന്നും ഇത് ഞാൻ കണ്ടിട്ടില്ല, ഇതുപോലൊന്നും ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല, ഇത് പഴയ കാലത്ത് എന്തോ ഒന്നാണ്, പക്ഷെ ഇത് എന്തിൻ്റെയാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ശരി, ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി എനിക്ക് നല്ല ജിജ്ഞാസയുണ്ട്, അതുകൊണ്ട് നീ എന്തായാലും ഇതെന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അവിടേക്ക് മറ്റൊരു ലേഡി ഇങ്ങനെ കയറി വരികയാണ്. അവിടെ ഒരു പഴയ ഉപകരണം അത് ശരിയാക്കാൻ കൊടുത്തിരുന്നു. അത് റോബർട്ട് ശരിയാക്കി കൊടുക്കുമ്പോൾ അവർ പെട്ടെന്ന് ഓക്കെ ബൈ എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ റോബർട്ടിനെ കിസ്സും ചെയ്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. വേറെ ഒന്നുമല്ല, റോബർട്ടിന് ഈ ഒരു പെണ്ണുകളായിട്ട് നല്ല അടുപ്പമാണ്. അപ്പോഴും നമ്മുടെ ഹീറോ അതൊന്നും വലിയ രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല, ഒഴിഞ്ഞു മാറി ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും വലിയൊരു പെയിന്റിങ് അത് കൊണ്ടുവന്നിട്ട് അതിങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പെയിന്റിങ്ങിന്റെ താഴെയായിട്ട് ഹീറോ ഇപ്പോൾ ആ ഒരു വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഒരു ചെറിയ സാധനം ഉണ്ടല്ലോ, എന്തോ ഒരു പാർട്ട്, അതിന്റെ ഫോട്ടോ ഈ ഒരു പെയിന്റിങ്ങിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് പഴയ കാലത്ത് എന്തോ ഒരു കാര്യമാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് ക്ലെയർ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് ഇപ്പോൾ ഹീറോയെ വിളിക്കുകയാണ്. അപ്പോൾ ഹീറോ പറയും, ഇതുപോലെ നിങ്ങളുടെ സാധനങ്ങളെല്ലാം ഞാൻ എടുത്തുകൊണ്ട് വരുന്നതിന് മുന്നേ നിങ്ങളൊരു കരാറിൽ ഒപ്പിടണം, എന്നാലേ ഇത് നല്ലതുപോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ എന്നുള്ള രീതിയിൽ ആ ഒരു പേപ്പർ സൈൻ ചെയ്യാനായിട്ട് ഇങ്ങനെ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം, നമുക്ക് എന്തായാലും വില്ലയിൽ വെച്ച് കാണാം എന്നിങ്ങനെ പറയുന്നതും അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ അവന്റെ ടീമിനെയും കൊണ്ട് ഈ ഒരു വീട്ടിലേക്ക് വന്നിട്ട് അവിടെയുള്ള പഴയ സാധനങ്ങളെല്ലാം നല്ലതുപോലെ തന്നെ പരിശോധിക്കുകയാണ്. അപ്പോൾ ജർമ്മൻ, ഇംഗ്ലണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലെയും ഒരുപാട് പഴയ സാധനങ്ങളുണ്ട്, അതെല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനും പറയുന്നുണ്ട്. എന്നിട്ടാണ് നമ്മുടെ ഹീറോ ആ ഒരു കെയർ ടേക്കറിനോട് ചോദിക്കുന്നത്, അല്ല സമയം ഇപ്പോൾ ഒരുപാടായി, അവൾ ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ, എന്താ പറയുന്നത് ചോദിക്കുമ്പോൾ അവിടെ ഒരു പിയാനോ ഉണ്ട്. അതിലൊരാൾ ഇങ്ങനെ വിളിച്ചിട്ട്, മിസ്റ്റർ ഓൾഡ്മാൻ ഈ ഒരു പിയാനോ നമുക്ക് വേണമെന്ന് ചോദിക്കുമ്പോൾ അതെ അതിന് കീ ഇല്ലായിരുന്നു. അപ്പോൾ അവൻ പറയും, അല്ല ഇപ്പോൾ കീ ഉണ്ട്. ഇതാരാ കൊണ്ടുവച്ചത് അറിയത്തില്ല. അപ്പോൾ മറ്റൊരു അലമാരയുണ്ട്, അതിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഏതൊരു ചെറിയ ഭാഗം പൊട്ടിയിട്ടുണ്ട്. ഇതാരാ തകർത്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയില്ല, ഇതിനു മുന്നേ ഇത് തകർന്നിരിക്കുമെന്ന് പറയുന്നതും നമ്മുടെ ഹീറോ പെട്ടെന്ന് പറയും, അതെ ഇതിനകത്ത് ആരെങ്കിലും താമസമുണ്ടോ, കാരണം ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കെയർ ടേക്കർ പറയും, ഇല്ലില്ല ഇതുവരെ ഇവിടെ ആരും താമസമില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ യജമാനൻ ആ ഒരു ലേഡി ഇവിടേക്ക് വന്നിട്ടില്ല, അവരില്ലാതെ എനിക്കിതൊന്നും മൂല്യനിർണ്ണയം ചെയ്യാനായിട്ട് കഴിയത്തില്ല, ഇതിലെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതെല്ലാം എൻ്റെ തലയിലാവും, അതുകൊണ്ട് ഞാൻ ഇതെല്ലാം നിർത്താൻ പോവാണ് എന്നും പറഞ്ഞിട്ട് നടന്നിങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഇന്നലെ കണ്ട ആ ഒരു ചെറിയ പാട്ടുണ്ടല്ലോ അതുപോലെയുള്ള അതിന്റെ ബാക്കിയായിട്ടുള്ള മറ്റൊരു ഭാഗം ഇങ്ങനെ കിട്ടുന്നത്. അങ്ങനെ അത് കണ്ട് എടുക്കാനായിട്ട് വരുമ്പോൾ ആ ഒരു കെയർ ടേക്കർ പെട്ടെന്ന് മിസ്റ്റർ ഓൾഡ്മാൻ ഇവിടേക്ക് വരുമെന്നും പറഞ്ഞ് ഹീറോയുടെ കയ്യിൽ ഒരു ഫോൺ ഇങ്ങനെ കൊടുക്കാണ്. അപ്പോൾ ഹീറോ ആയാലും തന്റെ ആ ഒരു ടവൽ വെച്ചിട്ട് ആ ഒരു ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ അത് ക്ലെയർ എന്ന് പറഞ്ഞ ആ ലേഡിയാണ്. അപ്പോൾ ഹീറോ പറയും, സോറി മാഡം, നിങ്ങളില്ലാതെ, നിങ്ങൾ ആ ഒരു കരാറിൽ ഒപ്പിടാതെ എനിക്ക് നിങ്ങളുടെ സാധനങ്ങളൊന്നും തൊടാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അവൾ പറയും, പ്ലീസ് നിങ്ങൾക്ക് ആ ഒരു കരാർ പേപ്പർ ഇവിടെ തന്നെ വെച്ചൂടെ, ഞാനത് സൈൻ ചെയ്യാന്ന് പറയുമ്പോൾ, അല്ല നിങ്ങൾ എന്താ ഇവിടേക്ക് വരാതെ, ഇവിടെ വന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞില്ലേ. അപ്പോൾ അവൾ പറയും, സോറി ഓൾഡ് മാൻ, എനിക്ക് ഇന്ന് വരാൻ കഴിയത്തില്ല, ഒരു ചെറിയ അപകടം സംഭവിച്ചു. എന്താ നിങ്ങൾക്ക് ഇന്ന് സംഭവിച്ചത്? ഇല്ല, എൻ്റെ കാറ് മോഷ്ടിക്കപ്പെട്ടു, അതുകൊണ്ട് ഞാൻ സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാൻ പോയേക്കാണ്. നിങ്ങൾ പറയുന്ന എല്ലാ നിബന്ധനകളും ഞാൻ അംഗീകരിക്കുന്നുണ്ട്, അതുകൊണ്ട് ആ ഒരു കരാർ പേപ്പർ അവിടെ വെച്ചാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ ഹീറോ അവളോട് സംസാരിച്ച് ആ ഒരു വലിയ റൂമിലേക്ക് ഇങ്ങനെ നടന്ന് ചെല്ലുകയാണ്. അങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും പെട്ടെന്ന് എന്താ സംഭവിക്കുന്ന വെച്ചാല് ഒരേ സമയം തന്നെ ഹീറോയ്ക്ക് ആ ഒരു ഫോണിലൂടെയും അതേപോലെ തന്നെ ഈ ഒരു റൂമിനകത്തും ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇപ്പൊ മറഞ്ഞിരുന്ന് ഈ ഒരു റൂമിലിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് ആ ഒരു ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഹീറോ ചോദിക്കും, നിങ്ങൾ കള്ളം പറയരുത്, നിങ്ങൾ ഈ ഒരു റൂമിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരായാലും പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്നല്ല ഇങ്ങനെ പറയാണ്. അപ്പോൾ ഹീറോ പറയും, ഇല്ല നിങ്ങൾ ഇവിടെ തന്നെയുണ്ട്, നിങ്ങൾ ഗെയിം കളിക്കുന്നത് നിർത്ത് എന്നെല്ലാം പറയുമ്പോൾ അവള് പറയും, പ്ലീസ് ഇതിനെ പറ്റിയെല്ലാം രാത്രി നിങ്ങളോട് ഞാൻ സംസാരിക്കാം, രാത്രി ഞാൻ നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ കണ്ടുപിടിച്ച ആ ഒരു മറ്റേ ഭാഗം ഉണ്ടല്ലോ അത് കൊണ്ടുവന്ന് റോബർട്ടിന്റെ കയ്യിൽ കൊടുക്കുമ്പോഴത്തേക്കാണ് റോബർട്ട് ഇപ്പോഴും പരിശോധിച്ചിട്ട് അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഞാൻ നല്ലതുപോലെ ഒന്നുകൂടി നോക്കാമെന്നും പറഞ്ഞ് അവൻ വീണ്ടും നോക്കുമ്പോഴത്തേക്കാണ് എന്തോ ഒരു കാര്യം അവൻ കണ്ടുപിടിക്കുന്നത്. ഇതെന്താണെന്ന് നോക്ക് എന്നും പറഞ്ഞിട്ട് അവനിങ്ങനെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ അത് നോക്കിയിട്ടാണ്, ഇത് 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്,
എന്തോ ഒരു പഴയ ടെക്നിക്ക്, ഇതിന്റെ ബാക്കി ഭാഗങ്ങളില്ലാതെ എനിക്ക് ഇതെന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോയ്ക്കിപ്പോ അത് കണ്ടുപിടിച്ചേ പറ്റൂ. അതുകൊണ്ട് ആ ഒരു വീട്ടിലേക്ക് പോകണം. താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വീട്ടിലേക്ക് പോയാലേ പറ്റൂ. അതുകൊണ്ട് ഹീറോ ആ ഒരു കെയർ ടേക്കറിനെ വിളിച്ചിട്ട് ആ ഒരു ലേഡിയെ പറ്റി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ അയാൾ പറയും, കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആ ഒരു വയസ്സായ ദമ്പതികൾക്ക് അവർക്ക് നല്ല അസുഖമായിരുന്നു. ഞാനാണ് അവരെ നോക്കിയിരുന്നത്. പിന്നെ അവരുടെ മകളും ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല അവൾക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഏകദേശം 27. ആ ഒരു സ്ത്രീയെ പറ്റി വേറെ എന്താ പറയാനുള്ളത്? എനിക്ക് അവളെ നല്ലതുപോലെ അറിയത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങൾ ആ ഒരു വീട്ടിൽ സേവനം അനുഷ്ഠിക്കുന്നു, എന്നിട്ട് അറിയത്തില്ല? അതെ, എനിക്ക് നല്ലതുപോലെ അറിയത്തില്ല. അപ്പോഴേക്കും ഹീറോ കുറച്ച് പണം എടുത്ത് അയാളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഓക്കെ ഇനി പറയാൻ പറയുമ്പോൾ, അതെ, കഴിഞ്ഞ 11 വർഷമായിട്ട് ഞാൻ ആ ഒരു വീട്ടിലുണ്ട്. എല്ലാ മണിക്കൂറും എപ്പോഴും ഞാൻ അവളോട് സംസാരിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും അവളെ കണ്ടിട്ടില്ല. എന്ത്? അതെ, ഞാൻ ഇത്ര വർഷമായിട്ട് അവളെ ഒരിക്കലും കണ്ടിട്ടില്ല. അല്ല, അതെന്താ അങ്ങനെ? എന്തുകൊണ്ടാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് മിസ്സസ് ക്ലെയറിനെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു അസുഖമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ നമ്മുടെ ഹീറോ അവളെ ഇങ്ങനെ വിളിക്കാണ്. എന്നിട്ട് ഹീറോ പറയും, സോറി മിസ്റ്റർ ക്ലെയർ, ഞാൻ നിങ്ങളോട് മോശമായിട്ട് എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ദേഷ്യത്തിൽ ഞാൻ ചെയ്തു പോയതാണെന്ന് പറയുമ്പോൾ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നത് ഹീറോ ചോദിക്കും, അല്ല എനിക്ക് ഇപ്പോഴും ഈ ഒരു ഗെയിം ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ താല്പര്യമില്ല, ഇത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം, നിങ്ങൾ മുന്നിലേക്ക് വന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ അവള് പറയും, ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഈ ഒരു കരാറ് ഇവിടെ വെച്ച് നിർത്തിക്കോ, അതുകൊണ്ട് എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. അപ്പോൾ ഹീറോയ്ക്ക് എന്താണ് സംഭവിച്ചെന്ന് അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരു ലേലം വിളി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോഴേക്കും ഇത്തവണ നല്ലൊരു പെയിന്റിംഗ് ഉണ്ട്. ആ ഒരു പെയിന്റിംഗ് ഇതേപോലെ എല്ലാവരും ലേലം വിളിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ റെഡിയാക്കിയ ആ ഒരു അപ്പൂപ്പനും ഇതിന്റെ കൂടുതൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ആരൊക്കെ കൂടി വിളിക്കുന്നോ അതിലിരട്ടിയാണ് ഈ ഒരു അപ്പൂപ്പൻ വിളിക്കുന്നത്. ഈ അപ്പൂപ്പനെ എന്തായാലും നമ്മുടെ ഹീറോ ആണ് റെഡിയാക്കിയെന്ന് നമുക്കറിയാലോ. ഇതെന്തായാലും ഹീറോയ്ക്ക് വേണ്ടിയിട്ടാണ് വാങ്ങുന്നതെന്ന് അറിയാലോ. അങ്ങനെ വിളിച്ച് അവസാനം ഒരു അമ്മൂമ്മ വന്നിരിക്കും. ആ ഒരു അമ്മൂമ്മയാണെങ്കിലോ ലാസ്റ്റ് ഫൈനലായിട്ട് പറയുന്നൊരു റേറ്റ് ഉണ്ട്. അതിനിങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും ഈ ഒരു താടിക്കാരൻ അപ്പൂപ്പൻ അതൊക്കെ പറയുന്നു. അതേപോലെ തന്നെ ആ ഒരു അമ്മൂമ്മയും എനിക്ക് വേണമെന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് ഹീറോ എന്താ തനിക്കത് വേണമെന്നുള്ള രീതിയിൽ ഹീറോയ്ക്ക് എന്താണ് തനിക്കാണത് വേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു അപ്പൂപ്പനെ ലേല ഉറപ്പിച്ചെന്നുള്ള രീതിയിൽ ഫൈനൽ പറയുമ്പോഴത്തേക്കാണ് ഈ ഒരു അമ്മൂമ്മ പെട്ടെന്ന്, അതെന്താണ്, ഞാനാണ് അയാളെക്കാട്ടി മുന്നേ വിളിച്ചത്, പക്ഷെ നീ എന്നെ മൈൻഡ് പോലും ചെയ്തില്ല, ഇതൊരിക്കലും ശരിയല്ല എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ബാക്കി എല്ലാവരും പറയും, അതെ അവരാണ് നേരത്തെ വിളിച്ചത്, നിങ്ങളത് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോഴത്തേക്കും വേറെ വഴിയില്ലാതെ ആ ഒരു പെയിന്റിംഗ് ഈ ഒരു അമ്മൂമ്മയ്ക്ക് തന്നെ കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയ്ക്ക് അത്രയും ദേഷ്യം. ഈ ഒരു താടിക്കാരനെ പോവനെ ഒരുപാട് വഴക്ക് പറയാണ്, നിനക്ക് ഒട്ടും ബോധമില്ലായിരുന്നോ, ഇതിനാണ് നിന്നെ ഇരുത്തിയത് എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു താടിക്കാരൻ അപ്പൂപ്പനായാലും സോറി എല്ലാം ചോദിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം ഹീറോ വീണ്ടും ക്ലെയർ എന്ന് പറഞ്ഞ ആ ഒരു ലേഡിയുടെ വീട്ടിലേക്ക് പോവാണ്. അവരുടെ വീടിനകത്ത് കയറുന്നതിന് മുന്നേ അതിന് മുന്നിലായിട്ട് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അതിനകത്ത് കയറി ഒരു കപ്പ് ടീ ഓർഡർ ചെയ്യും. അപ്പൊ അയാൾ ടീ എടുക്കുന്ന ആ ഒരു സമയത്ത് ഈ ഒരു റൂമിന്റെ ഒരു ഭാഗത്തായിട്ട് പൊക്കം കുറഞ്ഞൊരു ലേഡി ഇരിപ്പുണ്ട്. അവരെന്തോ നമ്പറുകൾ 111, 811 ഇങ്ങനെ 8000 വരെയുള്ള സംഖ്യകൾ ഇങ്ങനെ എണ്ണുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല. അതേസമയം അതിനകത്തേക്ക് ആ ഒരു കെയർ ടേക്കർ ഇങ്ങനെ നടന്നു പോകുന്നത് കാണുന്നതും ടീ കുടിക്കാതെ അതിനുള്ള പൈസ അവിടെ വെച്ചിട്ട് ഹീറോ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രി ആകുമ്പോഴത്തേക്കും റോബർട്ടിനെ കാണാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും അവന്റെ ഷോപ്പിൽ നിന്ന് പോകുന്ന 2 പെൺകുട്ടികൾ വെളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോവാണ്. അങ്ങനെ അവർ പോകുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഹീറോ നേരെ അകത്തേക്ക് കയറി. ഇന്നലെ കൊടുത്ത ആ ഒരു പാർട്ടുണ്ടല്ലോ അതെന്താണെന്ന് ഇപ്പോൾ അവൻ കൂടുതലായിട്ട് കണ്ടുപിടിച്ചു. അതിലെന്തോ ഒരു പേര് എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാൻ പറയുമ്പോഴത്തേക്കാണ് വോക്കൻസൺ എന്നൊരു പേരാണുള്ളത്. അപ്പോൾ ജാക്ക് വോക്കൻസൺ എന്നാണ് അയാളുടെ പേര്. 18ാം നൂറ്റാണ്ടിലെ ഒരു ഓട്ടോമാറ്റിക് മെഷീൻ നിർമ്മിച്ച ഒരാളാണത്. അത് സംസാരിക്കുന്ന ഒരു ആൻഡ്രോയിഡ് എന്നാണ് വിളിച്ചിരുന്നത്. കാരണം അയാൾ ഉണ്ടാക്കിയ ഒരു റോബോട്ടിന്റെ പകുതി ഭാഗങ്ങളാണ് ഇവരുടെ കയ്യിലിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ കിട്ടിയാലേ ഇവർക്ക് പൂർണ്ണമായിട്ടും ചെയ്തു തീർക്കാൻ കഴിയും. അതുകൊണ്ട് നീ അത് കൂടുതലായിട്ടും കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ പറയും. അങ്ങനെ അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് റോബർട്ടിന്റെ കാമുകി സാറ അവളൊരു ബൈക്കിൽ വന്നിട്ട് നമ്മുടെ റോബർട്ടിനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോകാതെ നിൽക്കാണ്. എന്നിട്ട് ഹീറോയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഹീറോ അവളുടെ മുഖത്ത് പോലും നോക്കുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഓഫീസിൽ ഇരിക്കുന്ന സമയത്താണ് ക്ലെയർ വിളിച്ചിരുന്നു. അവർക്ക് നിങ്ങളെ 2:30 കാണണമെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവരെ കാണാനായിട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ ആ ഒരു വീടിന് മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അതിന്റെ ഗേറ്റ് ഇങ്ങനെ തുറന്നിട്ടേക്കുന്നു. അതേപോലെ തന്നെ മുൻ വാതില് അത് തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഹീറോ ആയാലും എന്താണെന്ന് അറിയത്തില്ല, സാധാരണ ഇങ്ങനെ തുറന്നിടാറില്ല. എന്നിരുന്നാലും ഹീറോ പതിയെ അതിനുള്ളിലേക്ക് നടന്നു പോവാണ്. അതുപോലെ ഈ ഒരു വീടിനകത്തേക്ക് മുകളിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കാണ് അതിനകത്തുള്ള ആ ഒരു ലേഡി പെട്ടെന്ന് മിസ്റ്റർ ഓൾഡ് നിങ്ങൾ വന്നു എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ചോദിക്കല്ല, ഞാനെങ്ങനെയാ ഇവിടെ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? ഇവിടുത്തെ കെയർ ടേക്കറിന്റെ കാലിൽ ഒരു മുടന്നുണ്ട്. നടക്കുമ്പോഴത്തേക്ക് ആ ഒരു ശബ്ദം അറിയാൻ കഴിയും. പക്ഷെ ഇത്രയും നേരം നമ്മുടെ ഹീറോ സംസാരിച്ചിട്ടും അവളെ കാണാൻ കഴിയുന്നില്ല. അവൾ ഈ ഒരു ഹാളിനകത്ത് എവിടെയോ ഉണ്ട്, പക്ഷെ എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഹീറോ പറയും, അല്ല നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് കുറച്ച് മടുപ്പുണ്ട്, അല്ല മുന്നിലേക്ക് വരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഓ സോറി, അതുമാത്രം എന്നെ കൊണ്ട് കഴിയത്തില്ല, ഞാൻ അല്പം വിചിത്രമായിട്ട് പെരുമാറുന്നത് നിങ്ങൾക്ക് തോന്നിയേക്കാം, എന്നിരുന്നാലും എന്നെ കൊണ്ട് അതിനിപ്പോൾ എന്തായാലും കഴിയത്തില്ല എന്നെല്ലാം പറയുമ്പോൾ അവിടെ നിൽക്കുന്ന ആ ഒരു റൂം ഏതാണെന്ന് കണ്ടുപിടിച്ചു. അവിടെ വലിയൊരു
ചുമര് പോലെയുണ്ട്. ആ ഒരു ചുമരിനപ്പുറത്ത് സത്യം പറഞ്ഞാൽ ഒരു റൂമാണ്. അത് പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ അതിനകത്ത് നിന്നാണ് അവൾ സംസാരിക്കുന്നത്. അങ്ങനെ ഇത് മനസ്സിലാക്കി നമ്മുടെ ഹീറോ പറയും, ഒരു ബിസിനസ്സുകാരൻ സംസാരിക്കാനായിട്ട് വന്ന ഒരു വ്യക്തിയെ നിങ്ങൾ നോക്കുന്നത് പോലുമില്ല. ആ ഒരു രീതിയിൽ എന്ത് വെറുപ്പാണ് നിങ്ങൾക്ക് എന്നോടുള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൾ പറയും, ഞാൻ അധികം അങ്ങനെ ആളുകളെയൊന്നും കാണാറില്ല, ഇപ്പൊ കുറെ നാളായി. അത് സ്വാഭാവികമാണ്, ആരെങ്കിലും ഏകാന്തത അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അധികം അങ്ങനെ ആരെയും കാണാറില്ല എന്നിങ്ങനെ പറയുമ്പോൾ അവൾ പറയും, സത്യത്തിൽ ഞാൻ ഈ ഒരു വീട് വിട്ട് പുറത്തിറങ്ങിയിട്ടില്ല എന്റെ 15 വയസ്സ് മുതൽ. അപ്പോൾ ഹീറോ പറയും, അല്ല എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇതാണ് എൻ്റെ മുറി. ഈ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു വില്ലയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു മുറിക്കകത്തായിരിക്കും, ഒരിക്കലും പുറത്തിറങ്ങില്ല. എൻ്റെ മാതാപിതാക്കള് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ പോലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും അധികം അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല അതെന്തുകൊണ്ടാ? അപ്പോഴേക്കാണ് ആ ഒരു ലേഡി പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ആ ഒരു കയ്യുറകൾ എന്തിനാ ധരിച്ചിരിക്കുന്നത്? അതെനിക്ക് കൈ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അത് ഇതുമായിട്ട് എന്താ ബന്ധം? അതെ, നിങ്ങൾ മറ്റുള്ളവരെ തൊടാനായിട്ട് ഭയപ്പെടുന്നുണ്ട്, മറ്റുള്ളവരുടെ സാധനം തൊടാനായിട്ട് പേടിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ വൃത്തിയുടെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെയാണ് എനിക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനോ മറ്റുള്ളവരെ കാണാനോ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാനോ എനിക്കും താല്പര്യമില്ല. അപ്പോൾ ഹീറോ പറയും, അപ്പോൾ 12 വർഷമായിട്ട് നിങ്ങൾ ഒരിക്കലും ഈ വീട് വിട്ട് പുറത്തു പോയിട്ടില്ല? അതെ. പിന്നെ ആ ഒരു കെയർ ടേക്കർ എങ്ങനെയാണ് ഇവിടെ വരുന്നത്? അയാൾ ഈ ഒരു റൂമിൽ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് പോവും. അത് കഴിഞ്ഞ് അയാൾ പോയെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഈ ഒരു മുറി വിട്ട് വെളിയിലേക്ക് വരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്ന ആ ഒരു കരാർ പേപ്പർ അതിവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒപ്പിട്ടിട്ട് നാളെ നിങ്ങൾ വന്നെടുത്തോ, നിങ്ങളെ ഞാൻ നല്ലതുപോലെ വിശ്വസിക്കുന്നുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ഹീറോ ഓക്കെ ശരിയെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നതും മറ്റേ ആ ഒരു റോബോട്ട് ഉണ്ടല്ലോ അതിന്റെ മറ്റ് ചില ഭാഗങ്ങളും ഹീറോയ്ക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ അത് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ റോബോട്ടിനെ കൊടുക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവരുടെ വീട്ടിലേക്ക് വന്ന് ഈ മേശ കസാര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ നോക്കാണ്. അപ്പോൾ 17-ാം നൂറ്റാണ്ട് 16-ാം നൂറ്റാണ്ട് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഒരുപാടുണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് വീണ്ടും ഈ ഒരു റോബോട്ടിന്റെ പഴയ ഭാഗങ്ങളുണ്ടല്ലോ അത് നമ്മുടെ ഹീറോയ്ക്ക് കിട്ടുന്നുണ്ട് ഇതിനിടയിൽ നിന്നും. അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ മുകളിലേക്ക് വന്ന് അവരോട് ഇങ്ങനെ സംസാരിക്കാണ്, മിസ്റ്റർ ക്ലെയർ, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും കൊല്ലം ഒറ്റയ്ക്ക് തന്നെ ജീവിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല, അത് ഞാനാണ് ജീവിക്കുന്നത്, അതെനിക്ക് ഒറ്റയ്ക്ക് കഴിയുമെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഹീറോ പറയും ഓക്കെ ശരിയെന്നും പറഞ്ഞിട്ട് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് മിസ്റ്റർ ഓൾഡ്മാൻ, നിങ്ങളുടെ കരാറ് ഞാൻ ഒപ്പിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫയൽ എടുത്ത് ഹീറോയെ കാണിക്കും. അപ്പോൾ ഹീറോ നോക്കുമ്പോൾ ഓക്കെ നിങ്ങൾ കറക്റ്റായിട്ടാണ് ഒപ്പിട്ടിട്ടുള്ളത്, പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു വിവരങ്ങളും ഇതിനകത്തില്ലല്ലോ. അപ്പോൾ അവൾ പറയും ശരി, അങ്ങനെയാണെങ്കിൽ എൻ്റെ പാസ്പോർട്ടിൽ നിന്നും അതെടുത്തോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഓക്കെ ഈ ഒരു പാസ്പോർട്ടിലെങ്കിലും അവളുടെ ഫോട്ടോ കാണാം എന്നും പറഞ്ഞിട്ട് കാണുന്ന നമ്മളും കുറച്ച് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് അത് കുട്ടിക്കാലത്ത് എടുത്ത ഒരു പാസ്പോർട്ടാണ്, അതിലുള്ളത് കുട്ടിക്കാലത്തെ ഒരു ഫോട്ടോയാണ്. അപ്പോൾ അവൻ പറയും ഫോട്ടോ പഴയതാണല്ലോ. അപ്പോഴേക്കും അവൾ പറയും ഫോട്ടോ പഴയതാണെങ്കിലും വിലാസവും എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതൊരിക്കലും മാറാൻ പോകുന്നില്ല, അതിലാവശ്യമായിട്ടുള്ളത് എഴുതിയെടുത്താൽ മതി എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോയ്ക്ക് ഇപ്പോൾ വേറെ വഴിയില്ലാതുകൊണ്ട് അവൻ ആ ഒരു പാസ്പോർട്ടിലുള്ള ഡീറ്റെയിൽസ് എല്ലാം എഴുതിയെടുത്തിട്ട് ആ ഒരു പാസ്പോർട്ട് തിരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ അവളുടെ കണ്ണ് മാത്രം കാണുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്കും തന്നെ അവൾ പെട്ടെന്ന് പേടിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് മാറുകയാണ്. ഇപ്പൊ ഈ ഒരു പെണ്ണിനുള്ള ആ ഒരു അസുഖത്തിന്റെ പേര് അഗ്രോഫോബിയ എന്നാണ്. മറ്റുള്ളവരെ കാണുക, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക, ഇതിനോടൊന്നും ഇത്തരക്കാർക്ക് ഒരു താല്പര്യം ഉണ്ടാകത്തില്ല. ഒരുപക്ഷെ ആരെങ്കിലും അവരുടെ അടുത്തേക്ക് ചെല്ലുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് എന്തോ ഉപദ്രവിക്കുന്നത് പോലെ ഭയങ്കര പേടിയായിരിക്കും. അങ്ങനെ ഈ ഒരു കാര്യം കൂടി ആവുന്നത് നമ്മുടെ ഹീറോ പെട്ടെന്ന് ഓക്കെ ഇങ്ങനെയുള്ള ഒരാളോട് എനിക്ക് ഇതുപോലെ ബിസിനസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്നും പറഞ്ഞ ആ ഒരു കരാർ പേപ്പറും എടുത്ത് കളഞ്ഞിട്ട് ഹീറോ ദേഷ്യപ്പെട്ട് വെളിയിലേക്ക് പോവാണ്. അപ്പോഴേക്കാണ് ആ ഒരു കെയർ ടേക്കർ വന്നിട്ട് സാർ ഈ ഒരു കീ നിങ്ങൾ വെച്ചോ, ഇതെന്തിനാ എനിക്ക് തരുന്നേ? അല്ല ക്ലെയർ പറഞ്ഞു നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിനകത്തുള്ള എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് വന്ന് നോക്കാൻ കഴിയും, ഈ ഒരു കീ അതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീടിന്റെ കീ മൊത്തവും ഹീറോയുടെ കയ്യിലിങ്ങനെ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ നേരെ റോബർട്ടിനെ കാണാനായിട്ട് ചെല്ലുകയാണ്. ചെല്ലുമ്പോഴത്തേക്കും അവന് കിട്ടിയ ആ ഒരു പാർട്സ് എല്ലാം അവൻ വൃത്തിയാക്കി വെച്ചേക്കുന്നു, ഇനി ഒരുപാട് കിട്ടാനുണ്ടെന്ന് പറയും. അങ്ങനെ അവനോട് സംസാരിക്കുന്ന സമയത്താണ് നമ്മുടെ ഹീറോ ഇതുപോലെ ക്ലെയറിനെ പറ്റി പറയുന്നത്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവനാണെങ്കിൽ ഒരു പെണ്ണിനെ കണ്ടു, അത് അഗ്രോഫോബിയ ഉള്ളൊരു പെണ്ണ്, അവൾക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനോ മറ്റുള്ളവരോട് സംസാരിക്കാനോ കാണാനോ താല്പര്യമില്ല എന്നിങ്ങനെ പറയുമ്പോൾ റോബർട്ടിനോട് തനിക്കാണ് ഈ ഒരു കാര്യം സംഭവിച്ചത് എന്ന് പറയാതെ അവനൊരു ചെറുപ്പക്കാരനായിട്ടുള്ള ഫ്രണ്ട് ഉണ്ട്, ആ ഒരു ഫ്രണ്ടിനാണ് ഇതുപോലെ സംഭവിച്ചതെന്ന് റോബർട്ടിനോട് പറയും. അതുമല്ല അവളുടെ വീട്ടിലെ ആ ഒരു താക്കോല് അവർ കൊടുത്തതായിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ റോബർട്ടിനോട് പറയുമ്പോൾ റോബർട്ട് പറയും ഓ അങ്ങനെയാണല്ലേ, പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ ഒരു പെണ്ണിന് കഴിക്കാനായിട്ടുള്ള ആഹാരം, സാധനങ്ങൾ ഇതെല്ലാം വാങ്ങിക്കൊണ്ട് കൊടുക്കാനായിട്ട് അവനറിയോ? അങ്ങനെയാണെങ്കിൽ അവളെ കാണാനായിട്ട് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടാവും എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോ അതിനെ പറ്റിയെന്ന് ആലോചിച്ചിട്ട് അത് കഴിഞ്ഞ് വീണ്ടും അവളെ ഇങ്ങനെ വിളിച്ചിട്ടാണ് അവളോട് പറയുന്നത് ഇതുപോലെ നിങ്ങളുടെ ഫർണിച്ചറെല്ലാം വിൽക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ കുടുംബ പേര് പറയണമെന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല അതിൻ്റെ ആവശ്യമില്ല, കുടുംബ പേര് വേണ്ട, അല്ലാതെ തന്നെ വിറ്റാൽ മതി. അതുപോലെ ഇന്ന് ഞാൻ നിങ്ങളെ കണ്ടിരുന്നു, അല്ല എങ്ങനെ ടി വിയിൽ? ഓ സോറി, ഞാൻ അധികം അങ്ങനെ ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കാറില്ല, പിന്നെ നിർബന്ധിച്ചപ്പോൾ കൊടുത്താണ്. ആ അത് നല്ലതായിരുന്നു, നിങ്ങൾ ഈ ഒരു രീതിയിൽ കാണാനായിട്ട് നല്ലതായിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് സ്ത്രീകൾ എന്തായാലും കൂട്ടുകാരായിട്ടുണ്ടാവുമല്ലോ എന്നെല്ലാം പറഞ്ഞ ആ ഒരു ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്.
അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ ഈ ഒരു ലേലം വിളി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. അതേപോലെ തന്നെ ഈ ഒരു പെണ്ണിനെ വീണ്ടും വിളിക്കുമ്പോഴത്തേക്കും അവൾ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ 1-2 ദിവസമായിട്ട് ഹീറോ എത്ര വിളിച്ചിട്ടും ആ ഒരു പെണ്ണ് ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ആ ഒരു കെയർ ടേക്കറിനെ വിളിച്ച് എന്താണ് കാര്യം തിരക്കുമ്പോഴത്തേക്കും അയാൾ പറയും, ഇല്ല സാർ, 1-2 ദിവസമായിട്ട് ഞാനും അവിടെ പോയിട്ടില്ല, എനിക്ക് വയ്യാണ്ട് കിടക്കാണ്, എന്താ സംഭവിച്ചെന്ന് എനിക്കും അറിയത്തില്ല എന്ന് പറയുമ്പോൾ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഹീറോ കുറച്ച് സാധനങ്ങളും വാങ്ങി നേരെ ആ ഒരു വീട്ടിലേക്ക് ചെല്ലും. കാരണം ഹീറോയുടെ കയ്യിൽ ആ ഒരു കീ ഉള്ളത് കൊണ്ട് അവൻ എപ്പോ ആണെങ്കിലും കയറി ചെല്ലാലോ. അങ്ങനെ നേരെ മുകളിലേക്ക് ചെന്ന് ക്ലെയറിനെ വിളിക്കുമ്പോഴത്തേക്കാണ് അവൾ വിളി കേൾക്കുന്നില്ല. അങ്ങനെ ആ ഒരു റൂമിലേക്ക് ചെന്ന് തട്ടുമ്പോഴത്തേക്കും അവൾ പെട്ടെന്ന് പേടിച്ച് കരയാൻ തുടങ്ങും. അതുമല്ല താഴെയാണെങ്കിലോ രക്തമെല്ലാം കിടക്കുന്നു. അങ്ങനെ അവളോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ അപ്പോഴും പേടിച്ചിട്ട് ആരോ തന്നെ ഉപദ്രവിക്കാൻ വരുന്നു എന്നുള്ള രീതിയിൽ ഇവിടെ നിന്ന് പോകാനായിട്ട് പറയുമ്പോൾ ഹീറോ പറയും, ഓൾഡ് മാനാണ്, നിങ്ങളോട് സംസാരിച്ചാൽ മാത്രം മതി, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഇതുപോലെ എനിക്ക് വയ്യാണ്ടായി, ഞാൻ താഴെ വീണു, രക്തം ഒരുപാട് പോയിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഹീറോ പറയും, ശരി ഡോർ തുറക്കാൻ പറയുമ്പോൾ അവൾ ഒരിക്കലും അത് കേൾക്കുന്നില്ല. അവള് നിങ്ങൾ വെളിയിലേക്ക് പോകാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓടി വന്നിട്ട് ആ ഒരു ഡോർ ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങുന്നതും അവൾ അലറി ഇങ്ങനെ വിളിക്കാൻ തുടങ്ങും, ഇവിടെ നിന്ന് പോ പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുതെന്നെല്ലാം പറഞ്ഞിട്ട്. കാരണം അഗ്രോഫോബിയ എന്ന് പറഞ്ഞ ആ ഒരു അസുഖം കാരണമാണ് അവൾ അങ്ങനെയെല്ലാം പെരുമാറുന്നത്. ഇനി മരിക്കാറായിട്ട് കിടന്നാലും ആരും അവരുടെ അടുത്തേക്ക് വരുന്നത് അവർക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ വീണ്ടും നമ്മുടെ റോബോട്ടിനെ കാണാനായിട്ട് വരുമ്പോൾ റോബോട്ട്, ആ ഒരു റോബോട്ടിന്റെ കാര്യം എന്തായാലും ചോദിക്കുമ്പോൾ ഇനിയും ഒരുപാട് ഭാഗങ്ങൾ കിട്ടാനുണ്ട്, അതെല്ലാം കിട്ടണം, ഇപ്പം ഏകദേശം ഈ ഒരു പരുവത്തിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ആ ഒരു ഭാഗം എടുത്ത് ഹീറോയെ ഇങ്ങനെ കാണിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹീറോ പറയുന്നത്, അവൻ ഇപ്പോഴും ആ ഒരു പെൺകുട്ടിയോട് അടഞ്ഞ ആ ഒരു മുറിയുടെ വെളിയിൽ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൾ ആ ഒരു മുറിക്കകത്തേ കയറി ഒളിക്കുന്നു. ഓ, അപ്പൊ ആരും ആ ഒരു പെൺകുട്ടിയുടെ മുഖം കണ്ടിട്ടില്ല? അതെ, അവൻ പോലും ഇതുവരെ ആ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടില്ല. ഓ, ഇത് ഇന്റർനെറ്റിൽ രണ്ടുപേർ പരിചയപ്പെടുന്നത് പോലെയാണല്ലോ. ആദ്യം രണ്ടുപേർ പരസ്പരം പരിചയപ്പെട്ട് പിന്നീടാണ് അവർ സ്വയം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഹീറോ പറയും, ഇല്ല, ഇവൾ ഒരിക്കലും വെളിപ്പെടുത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ റോബർട്ട് പറയും, പക്ഷെ അവന് നല്ല തന്ത്രങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ നേരത്തെ തന്നെ കാണാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പെട്ടെന്ന് ഒരു ഫോൺ എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും, മൊബൈൽ ഫോൺ. കാരണം ഇതുവരെ അവൻ മൊബൈൽ ഫോൺ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ട് റോബർട്ടിനോട് പറയും, ഇതെനിക്കൊന്ന് പഠിപ്പിച്ചു തരണം, നിന്റെ ഗേൾ ഫ്രണ്ട് വരുന്നതിന് മുന്നേ എനിക്കിത് എന്താണെന്നൊന്ന് പഠിപ്പിച്ചു തരാൻ പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ തൻ്റെ ആ ഒരു മുറിയുണ്ടല്ലോ, ഈ ഒരു ഫോട്ടോസ് എല്ലാം വെച്ചേക്കുന്ന ആ ഒരു മുറിക്കകത്ത് നിൽക്കുമ്പോഴത്തേക്കാണ് ഇതുപോലെ ക്ലെയർ വിളിക്കുന്നത്. എന്നിട്ട് അവൾ പറയും, സോറി ഇന്നലെ അങ്ങനെ പെരുമാറിയതിന്. ഏയ് കുഴപ്പമൊന്നുമില്ല, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇനി എന്നെ വിളിക്കാം. അപ്പോൾ അവൾ പറയും, ഇല്ല, എനിക്കൊരു സംശയമുണ്ട്, ഈ ഒരു സാധനങ്ങളെല്ലാം വിൽക്കണോ വേണ്ടേന്ന്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല പിന്നെ എന്തിനാ നിങ്ങൾ ആദ്യം ഇത് വിൽക്കാനായിട്ട് തീരുമാനിച്ചത്? ഇല്ല, എനിക്ക് ഇതെല്ലാം വിറ്റിട്ട് എൻ്റെ വീട് പോലും വിറ്റിട്ട് എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ട്. പക്ഷേ എൻ്റെ ഈ ഒരു പ്രശ്നം അതൊരിക്കലും അതിനെ അനുവദിക്കുന്നില്ല, ഇതെങ്ങനെ മാറ്റണമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഹീറോ പറയും, അതിനെല്ലാം സമയമുണ്ട്, നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി. അതുപോലെ എനിക്കിപ്പോൾ നല്ലതുപോലെ ജോലി ചെയ്യാൻ കഴിയുന്നില്ല. അല്ല, നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ? അതെ, ഞാൻ ഈ കഥകളെല്ലാം എഴുതുന്നുണ്ട്, പക്ഷെ എൻ്റെ പേരിലല്ല, പേര് വെളിപ്പെടുത്താനും എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുപാട് നേരം സംസാരിച്ചിരിക്കുമ്പോൾ അവൾ പിന്നെയും പറയുന്നത്, നിങ്ങൾ കൂടുതൽ സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പറയുന്നതും അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ നേരെ റോബോട്ടിൻ്റെ അടുത്തേക്ക് വന്ന് ഈ ഒരു കാര്യം പറയാണ്. അവൾ അവനോട് പറഞ്ഞു അവളോട് കൂടുതലായിട്ട് സംസാരിക്കണമെന്ന്. എന്താ ഇതിന് അർത്ഥമാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം അവൻ്റെ ഒരു പഴയ റെക്കോർഡർ ഉണ്ട്, അതിലിങ്ങനെ റെക്കോർഡ് ചെയ്യാണ്. അത് റെക്കോർഡ് ചെയ്തിട്ട് ഹീറോയ്ക്ക് ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കും. എന്നിട്ട് റോബോട്ട് പറയും, അല്ല, അവൻ അവളെ കാണാനായിട്ട് താല്പര്യമില്ലേ? കാണാനായിട്ട് താല്പര്യമുണ്ട്, പക്ഷേ എങ്ങനെ കാണുമെന്ന് അവനെ അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് റോബോട്ട് എന്തോ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ വീണ്ടും ആ ഒരു പെണ്ണിനെ കാണാനായിട്ട് ഇരുന്ന് ചെല്ലാണ്. അങ്ങനെ അവളോട് കുറച്ചു നേരം സംസാരിച്ച് അത് കഴിഞ്ഞ് ശരി ഞാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഹീറോ പതിയെ വെളിയിലേക്ക് ഇറങ്ങും. എന്നിട്ട് ഈ ഒരു ഡോറിനടുത്തേക്ക് വന്നിട്ടാണ് ഡോർ അടയ്ക്കുന്നത് പോലെ അത് തുറന്നിട്ട് അടയ്ക്കും, പക്ഷെ ഉള്ളിൽ നിന്നാണ്. എന്നിട്ട് പതിയെ അവിടെ ഒരു ശില്പമുണ്ട്, ആ ഒരു ശില്പത്തിന് പുറകിലായിട്ട് പോയി ഒളിച്ചിങ്ങനെ നിൽക്കും. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് അവള് പതിയെ ഡോർ തുറന്ന് വെളിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ 27 വയസ്സുള്ള സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഹീറോ കാണുമ്പോൾ തന്നെ അവന് വല്ലാത്തൊരു ആകർഷണം ഇങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ അവളായാലും പതിയെ നടന്ന് ഈ ഒരു ഡോറിനടുത്തേക്ക് വന്ന് ഡോർ നല്ലതുപോലെ ക്ലോസ് ചെയ്തിട്ട് അവൾ വീണ്ടും ഉള്ളിലേക്ക് പോയി ശരീരമൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഹീറോ കുറേ നേരം അവളെ നോക്കി നിൽക്കും. ഇനിയിപ്പോൾ എന്തായാലും പുറത്തു പോകണമല്ലോ, അതുകൊണ്ട് തൻ്റെ ഫോണിൽ നിന്നും അവളെ ഇങ്ങനെ വിളിക്കുമ്പോൾ അവൾ ഫോൺ എടുക്കാനായിട്ട് ആ ഒരു മുറിക്കകത്തേക്ക് കയറി പോകുന്ന ആ ഒരു സമയം കൊണ്ട് ഹീറോ പതിയെ ആ ഒരു ഡോറിനടുത്തേക്ക് ഒന്ന് ഡോറ് ശബ്ദമില്ലാതെ ഇങ്ങനെ തുറന്നിട്ട് പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ വീണ്ടും കുറച്ചുകൂടി ആ ഒരു റോബോട്ടിന്റെ ഭാഗങ്ങള് റോബോട്ടിനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കാണ്. അപ്പോഴാണ് റോബോട്ട് ചോദിക്കുന്നത്, അല്ല നിന്റെ സുഹൃത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ചോദിക്കും, ഞാൻ എന്നെ പറ്റിയാണ് പറയുന്നത്, നിനക്ക് എങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഹീറോ പറയും, പക്ഷേ നീ പറഞ്ഞ ആ ഒരു ഐഡിയ അത് ഞാൻ ഒരിക്കലും പരീക്ഷിച്ചില്ല, കാരണം എനിക്കത് നല്ലതുപോലെ തോന്നിയില്ല എന്ന്. ഹീറോ ചെയ്ത കാര്യമുണ്ടല്ലോ അതൊരിക്കലും ഇവരോട് പറയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ദിവസം ഈ ഒരു വീട്ടിലേക്ക് ചെന്നിട്ട് അതിൻ്റെ ആ ഒരു ഗേറ്റ് ഉണ്ടല്ലോ അത് തുറക്കാനായിട്ട് കീ ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴത്തേക്കാണ് അത് വർക്ക് ആവുന്നില്ല.
എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. ഇനിയിപ്പോൾ ഇന്നലെ ഹീറോ അവിടെ ഒളിച്ചു നിന്ന ആ ഒരു കാര്യം അവൾ കണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. അങ്ങനെ ഹീറോ ആയാലും അടുത്തുള്ള ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിരുന്ന് വീണ്ടും ഒരു കോഫി ഇങ്ങനെ ഓർഡർ ചെയ്യാണ്. അതുമല്ല അവിടെ ആ ഒരു പൊക്കം കുറഞ്ഞ ലേഡിയാണല്ലോ, അവര് വേറെ ആരോടും ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. കാരണം അവർക്ക് നല്ല ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കേട്ട് ഹീറോ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കാണ്. കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു കെയർ ടേക്കർ വന്ന് ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് പോകുന്നു. ആ ഒരു സമയത്ത് ഹീറോ വീണ്ടും ആ ഒരു കോഫി വാങ്ങിക്കാതെ അതിന്റെ പണവും കൊടുത്ത് എന്നിട്ട് അയാളുടെ കൂടെ നേരെ ആ ഒരു വീടിനകത്തേക്ക് ചെന്നിട്ട് ഇപ്പൊ ആ ഒരു പേപ്പറുകൾ കൊടുത്തിട്ടാണ് പറയുന്നത്, നിങ്ങളിത് 2 തവണ ചെക്ക് ചെയ്യണം, ഇനി ഇങ്ങോട്ട് വരാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ നല്ല ദേഷ്യത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ മേശപ്പുറത്ത് പുതിയ കീകളുണ്ട്. അത് നിങ്ങൾ എടുക്കാൻ പറയുന്നതും അല്ല എന്തുകൊണ്ടാ പുതിയ കീകള്, അല്ല ഇന്നലെ നിങ്ങൾക്ക് തുറക്കാൻ കഴിയാത്തത് കൊണ്ട് നല്ല ദേഷ്യം ഉണ്ടായോ? അതെ, ചെറുതായിട്ട്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചിട്ട്. അത് വേറെ ഒന്നുമല്ല, ഓരോ 6 മാസം കഴിയുമ്പോഴും ഞാൻ പൂട്ടുകൾ മാറ്റുന്നുണ്ട്, അതിന്റെ പുതിയ കീ ആണിത്, ഇത് നിങ്ങൾ വെച്ചോ എന്ന് പറയുമ്പോഴത്തേക്കാണ് ഹീറോ അവരോട് ചോദിക്കുന്നത്, അല്ല നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിലെ പുറത്തേക്ക് പോയിട്ടുണ്ടോ, എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, എനിക്ക് 14 വയസ്സുള്ളപ്പോൾ സ്കൂളിൽ നിന്നും ഒരു യാത്ര പോയിട്ടുണ്ട്. അവിടെ ഒരു സ്ക്വയറിൽ വലിയൊരു ക്ലോക്ക് ഉണ്ടായിരുന്നു, അതിനെ ചുറ്റും ഞാൻ ഒരുപാട് തവണ നടന്നിട്ടുണ്ട്, അതാണ് മറക്കാൻ പറ്റാത്തൊരു അനുഭവം. അതുമല്ല അവിടെ ഒരു മെക്കാനിക്കൽ റെസ്റ്റോറൻറ്റും, അതാണ് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സ്ഥലം. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ റോബർട്ടിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ആ ഒരു റോബോട്ട് ഉണ്ടല്ലോ, അതിനെ ഇപ്പോൾ പകുതിയോളം അവൻ ശരിയാക്കി നമ്മുടെ ഹീറോ കൊണ്ടുകൊടുത്ത ആ ഒരു കാര്യങ്ങളെല്ലാം വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ സംസാരിക്കുമ്പോഴത്തേക്കാണ് റോബർട്ട് ചോദിക്കുന്നത്, അല്ല നിങ്ങൾ ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ലേ, നിങ്ങൾക്കൊരു കുട്ടികളൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല എനിക്ക് സ്ത്രീകളോട് ബഹുമാനമുണ്ട്, പക്ഷെ ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, എനിക്ക് അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് വെളിയിലേക്ക് വരുമ്പോൾ റോബർട്ട് ചോദിക്കും, അല്ല നീ ആ ഒരു പെണ്ണിനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു തവണ. കണ്ടെന്ത് തോന്നി? വളരെ സുന്ദരിയാണ്, എനിക്കെന്തോ അവളോട് ഒരു ആകർഷണം തോന്നുന്നത് പോലെ. അതുമല്ല 2 ദിവസത്തിനകം അവളുടെ ജന്മദിനമാണ്, എനിക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട് എന്തെങ്കിലും നിനക്ക് ഉപദേശിക്കാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ റോബർട്ട് പറയും, ശരി അങ്ങനെയാണെങ്കിൽ ട്രഡീഷണലായിട്ട് എന്തെങ്കിലും കൊടുത്തു പോക്ക് എന്ന് പറയുന്നതും അടുത്ത ദിവസം തന്നെ ഒരുപാട് പൂക്കളുമായിട്ട് ഹീറോ ഇപ്പോൾ അവളെ കാണാനായിട്ട് പോവാണ്. ഇവിടെ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഹീറോ പതിയെ പതിയെ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങാണ്. അങ്ങനെ ചെല്ലുമ്പോൾ തന്നെ ആ ഒരു കെയർ ടേക്കർ നമ്മുടെ ഹീറോയ്ക്ക് ഇവിടെ നിന്ന് കിട്ടിയ ആ ഒരു ബാക്കി ഭാഗങ്ങളുണ്ടല്ലോ ആ ഒരു റോബോട്ടിന്റെ, അത് ഹീറോയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് ഹീറോ നേരെ അകത്തേക്ക് വന്ന് അവളോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് അവള് പെട്ടെന്ന്, ഞാൻ ആ ഒരു കരാറെല്ലാം വായിച്ചിരുന്നു, അതിൽ എല്ലാത്തിന്റെയും വില പകുതിയാണല്ലോ, നിങ്ങൾ എന്താ എന്നെ പറ്റിക്കാൻ ശ്രമിക്കുകയാണോ, ഇത് വലിയൊരു ചീറ്റിംഗ് ആണ് എന്നെല്ലാം പറഞ്ഞിട്ട് അവള് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ഹീറോ പറയും, ഇല്ല അതെല്ലാം നമ്മൾ ലേലം വിളിക്കുമ്പോഴത്തേക്കും ഇരട്ടി വിലയ്ക്ക് ഞങ്ങൾ വിൽക്കും, അങ്ങനെയാണ് രീതി, അതെല്ലാം ശരിയാവുമെന്ന് പറയുമ്പോൾ അവൾക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവള് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങുന്നതും ഹീറോ പറയും, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഒരു കരാറുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഒരിക്കലും താല്പര്യമില്ല, നിങ്ങളുടെ സാധനങ്ങളെല്ലാം ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പോവാണ് എന്നെല്ലാം പറഞ്ഞ് ആ കൊണ്ടുവന്ന പൂക്കളും വലിച്ചെറിഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് വിഷമിച്ചങ്ങ് പോവും. ഒരു ജന്മദിനമായിട്ട് അത് പറയാൻ വന്നപ്പോൾ ഈ ഒരു അവസ്ഥ. ഇപ്പോൾ ഇവരുടെ ഈ ഒരു രീതി എങ്ങനെയാന്ന് വെച്ചാല്, ഒരു പുതുതായിട്ട് സ്നേഹിക്കുന്ന 2 പേരുണ്ടല്ലോ, കാമുകി കാമുകൻ, അവരാദ്യമായിട്ട് പരിചയപ്പെട്ട് പിന്നീട് ഇടയ്ക്കൊരു വഴക്കുണ്ടാവും, പിന്നെ ക്ഷമ ചോദിക്കും, പിന്നീട് ഒരു വഴക്കുണ്ടാവും, പിന്നെ ക്ഷമ ചോദിക്കും, ആ ഒരു രീതിയിലാണ് ഇതിങ്ങനെ പോകുന്നത്. അപ്പോൾ ഒരിക്കലും പ്രണയിക്കാത്ത ഒരാൾക്ക് ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ആ ഒരു രീതിയിൽ ഹീറോ വിഷമിച്ചവരടുത്ത് വന്നിരിക്കുമ്പോൾ അവൾ വീണ്ടും അവനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയും, സോറി ഞാൻ അങ്ങനെ സംസാരിച്ചതിന്, എനിക്ക് ആ ഒരു സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല എന്നെല്ലാം പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങുന്നതും ഹീറോ പറയും, ഹേയ് കുഴപ്പമൊന്നുമില്ല, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നും ഇല്ലാതെ ഇങ്ങനെ പറയാണ്, ഇതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കണം, ഹീറോ ഒരിക്കലും ഈ ഒരു രീതിയിലല്ല പെരുമാറിയിരുന്നത്, പക്ഷെ ഇപ്പോൾ അവന്റെ രീതിയെ മാറിയിട്ടുണ്ട്. അതുമല്ല ഇന്നലെ എൻ്റെ ജന്മദിനമായിരുന്നു, നീ അതിനുവേണ്ടി പൂക്കൾ കൊണ്ടുവന്നു, ഇതിനു മുന്നേയുള്ള എൻ്റെ ജന്മദിനങ്ങൾ ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ല, പക്ഷെ നീ വന്നത് മുതൽ എൻ്റെ ജീവിതം മാറി മറിയാണ്. ഒരു കാര്യം അറിയോ, ഇന്നലെ രാത്രി ഞാൻ പുറത്തേക്ക് ഇറങ്ങി, അപ്പോൾ അവൻ ചോദിക്കുക, എന്ത് വീടിന് പുറത്തേക്കോ? അല്ല ഞാൻ വെളിയിൽ വരെ വന്നിട്ട് പൂന്തോട്ടത്തിലേക്ക് നോക്കിയിരുന്നു, അതിനെല്ലാം കാരണം നീയാണ്, ഞാൻ ഒരിക്കലും ഇത്രയും ദൂരം പോയിട്ടില്ല എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും, ശരി ഞാൻ അവിടേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ നമ്മുടെ ഹീറോ അവളെ കാണാനായിട്ട് ചെല്ലും. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, അല്ല ഇതിന് വേറെ ഒരുപാട് ചികിത്സാ രീതികളുണ്ട്, അതൊക്കെ ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയില്ല, എനിക്ക് നിന്നോട് സംസാരിക്കാൻ മാത്രമേ താല്പര്യമുള്ളൂ. ഓക്കെ ശരി എന്നും പറഞ്ഞിട്ട് സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ അവളെ പോലെ തന്നെ ഒരു ചിത്രമുണ്ട്. അപ്പോൾ അവൻ പറയും, ഏയ് ആ ഒരു ചിത്രം എന്തിനാ വെച്ചേക്കുന്നത് ചോദിക്കുമ്പോൾ അതെന്റെ അമ്മയുടേതാണ്, എൻ്റെ അമ്മ ഒരു ഡാൻസറാണ്. ഓ അങ്ങനെയാണല്ലേ, നീ നിന്റെ അമ്മയെ പോലെയാണ് ഇരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഏകദേശം അതുപോലെയൊക്കെ വരും. അങ്ങനെ കുറച്ചു നേരം കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഹീറോ പറയും, ഓക്കെ ശരി ഞാൻ പോവാണ്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ പതിയെ വീണ്ടും ഈ ഒരു ഡോർ തുറന്ന് അടയ്ക്കുന്നത് പോലെ ആ ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് വീണ്ടും പോയിട്ട് ആ ഒരു ശില്പത്തിന്റെ പുറകിലായിട്ട് ഒളിച്ചിങ്ങനെ നിൽക്കാണ്. അപ്പോഴേക്കാണ് അവള് വീണ്ടും ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് അവിടെയെല്ലാം ഇങ്ങനെ നടന്നിട്ട് പെട്ടെന്ന് ആരോ ഫോണിൽ വിളിക്കുന്നുണ്ട്, ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് അയാളോട് ഇങ്ങനെ സംസാരിക്കുന്നു. എന്നിട്ട് അവള് മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഇല്ലില്ല അയാൾ കുറച്ച് പ്രായമുള്ള ഒരാളാണ്, പക്ഷെ നല്ല മനുഷ്യനാണ്, എനിക്ക് അവനെ വിശ്വസിക്കാൻ കഴിയും
എന്നും പറഞ്ഞിട്ട് ചിരിച്ചിട്ട് അല്ല നിനക്കെന്താ അസൂയാണോ എന്നെല്ലാം സംസാരിച്ച് നേരെ കിച്ചണിലേക്ക് നടന്നു ചെല്ലുമ്പോഴത്തേക്കും എന്തൊക്കെയോ താഴെ വീണ് പൊട്ടിയിട്ട് അവളുടെ കാല് പെട്ടെന്ന് മുറിയും. അങ്ങനെ അവളായാലും നേരെ അവിടെയുള്ള ആ ഒരു ചെയറിലേക്ക് വന്നിരുന്ന് ആ ഒരു മുറിഞ്ഞ കാലെടുത്തിങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അവളൊരു ടവല് മാത്രമേ ധരിച്ചിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ശരീരഭാഗങ്ങളെല്ലാം കാണാൻ കഴിയും. ഇത് നമ്മുടെ ഹീറോ കാണുമ്പോഴത്തേക്കും ഹീറോയുടെ കൺട്രോൾ പതിയെ പതിയെ പോയി തുടങ്ങി. അങ്ങനെ അവൻ ഫോണും കൈവച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ ഒരു ഫോൺ താഴെ വീഴുന്നതും ആഹാ ആ ഒരു ശബ്ദം അവള് കേൾക്കുമ്പോഴത്തേക്കും ആരാതെന്ന് പറഞ്ഞിട്ട് ഓടി വന്ന ആ ഒരു ഡോർ അങ്ങടച്ചിട്ട് എന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും എന്ന് പറഞ്ഞ് അലറി ഇങ്ങനെ വിളിക്കാൻ തുടങ്ങാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഹീറോ പെട്ടെന്ന് ആ ഒരു ഡോർ തുറന്ന് പേടിച്ച് വിയർത്ത് നേരെ താഴേക്ക് വരും. ഓടി ഓടി വരുമ്പോഴും അവൾ അപ്പോഴും ആ ഒരു കരച്ചിൽ നിർത്തിയിട്ടില്ല. അങ്ങനെ ഹീറോ ഓടി വെളിയിലേക്ക് വന്ന് ആകെ കിതച്ചിങ്ങനെ നിൽക്കുമ്പോൾ അവൾ പെട്ടെന്ന് ഹീറോയെ വിളിക്കും. എന്നിട്ടാണ് പറയുന്നത്, ഓൾഡ് മാൻ ഇതേപോലെ വീടിനകത്ത് ആരോ കയറിയിട്ടുണ്ട്, ഞാൻ നല്ലതുപോലെ പേടിച്ചിരിക്കുകയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരാൻ പറയുമ്പോൾ ഹീറോ പറയും ഇല്ല ഞാൻ പകുതി ദൂരം പോയി, ശരി ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം എന്നും പറഞ്ഞ് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. കാരണം അവൾ വിശ്വസിക്കാൻ വേണ്ടി. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്ന് അത് കഴിഞ്ഞ് ഒന്നും അറിയാത്തതുപോലെ മുകളിലേക്ക് വരികയാണ്. പക്ഷെ അവൻ ഇപ്പോൾ നല്ലതുപോലെ വിയർക്കുന്നുണ്ട്. കാരണം അവൻ എന്തോ ഒരു സത്യം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ പതിയെ മുകളിലേക്ക് വന്ന് ക്ലെയർ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഇതുപോലെ വീടിനകത്ത് ആരും ഉണ്ട്, നിങ്ങളൊന്ന് നോക്ക് എന്ന് പറയുമ്പോൾ അവൻ പറയും ഇല്ല വീടിനകത്ത് വേറെ ആരുമില്ല, അത് ഞാൻ മാത്രമാണ്. ഇല്ലില്ല വേറെ ആരും ഉണ്ടെന്ന് പറയുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ഹീറോ അവളോട് സത്യം പറയുന്നത്. അത് ഞാനായിരുന്നു, നിങ്ങളെ കാണാൻ വേണ്ടി അവിടെ ഒളിച്ചു നിന്നത് ഞാനാണെന്ന് ഇങ്ങനെ പറയുന്നതും അവൾ പറയും അപ്പോൾ നീ എന്നെ ഒളിഞ്ഞു നോക്കുമായിരുന്നല്ലേ, നീ ഒരു വഞ്ചകനാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോയോട് പുറത്തേക്ക് പോകാനായിട്ട് ഇങ്ങനെ പറയുന്നു ദേഷ്യപ്പെട്ട്. ഇത് കേൾക്കുന്നതും ഹീറോ പതിയെ നടന്ന് ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങി ആ ഒരു പടിക്കെട്ട് ഇറങ്ങി താഴേക്ക് വരുന്ന സമയത്താണ് അവളിപ്പോ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് പ്ലീസ് പോരുത്, എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോ പതിയെ പുറകിലൂടെ നടന്നിങ്ങനെ വരികയാണ്. കാരണം ഒരുപാട് കാലം വിചിത്രമായിട്ട് റൂമിനകത്തായിരുന്നു. പിന്നീട് ഒളിഞ്ഞു നിന്ന് കാണാൻ നോക്കി. ഇത്രയും അടുത്ത് നിന്ന് ഒരു പെൺകുട്ടിയെ ഹീറോ കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവൻ വന്നിട്ട് മുഖത്തെല്ലാം ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ ഒരു കാര്യം റോബർട്ടിനോട് ഇങ്ങനെ പറയും. അപ്പോൾ റോബർട്ട് ആണെങ്കിൽ ആ ഒരു റോബോട്ട് ഉണ്ടല്ലോ അതിന് 2 കണ്ണുകളും ചെവിയെല്ലാം വെച്ചു കൊടുത്തു. ഇനിയും ഒരുപാട് ഭാഗങ്ങൾ കിട്ടാനുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും അവളെ കണ്ടപ്പോൾ ഏതോ ഒരു വിചിത്ര അന്യഗ്രഹ ജീവിയെ പോലെ എനിക്ക് തോന്നി എന്നെല്ലാം പറയുമ്പോഴത്തേക്കാണ് റോബർട്ട് പറയുന്നത് ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ ഇനി ഒരിക്കലും നിങ്ങൾ വിട്ടുകൊടുക്കരുത്, അവർക്ക് സർപ്രൈസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും, അങ്ങനെയാണെങ്കിലേ സ്ത്രീകളെ നമുക്ക് ആകർഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ള രീതിയിൽ കുറച്ച് ടിപ്സ് നമ്മുടെ ഹീറോയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിലോ ഓരോ ഷോപ്പിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള സ്ത്രീകൾക്ക് ഇതുപോലെ വസ്ത്രം എല്ലാം ഇങ്ങനെ എടുത്തു കൊടുത്ത് അത് കൊള്ളാവോ ഇല്ലയോ എന്നെല്ലാം നല്ലതുപോലെ നോക്കി ആ ഒരു വസ്ത്രങ്ങൾ കൊണ്ടുവന്നിട്ട് ക്ലെയർ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവളായാലും അത് ഇട്ടുകൊണ്ട് വരുമ്പോൾ ഇത് കൊള്ളാം, അത് കഴിഞ്ഞ് മറ്റൊരു ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കും അത് കൊള്ളാം എന്നെല്ലാം അഭിപ്രായം ഇങ്ങനെ പറയുന്നു. വേറെ ഒന്നുമല്ല, അവളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അവളൊരിക്കലും പുറത്തൊന്നും പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ പുതിയൊരു എക്സ്പീരിയൻസ് അവൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുമല്ല അതിലൂടെ തന്നെ ഇവർ രണ്ടുപേരും ചെറിയ രീതിയിൽ അടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ അവന് പ്രധാനപ്പെട്ട ഒരു ജോലിയായിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകണം. പക്ഷെ അതുവരെ അവൻ മുടക്കാണ്. കാരണം ക്ലെയർ എന്ന് പറഞ്ഞ ഒരു പെണ്ണ് അപ്പോൾ ഒരു പ്രണയത്തിലായി കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റം സംഭവിക്കും നോക്കണേ. അതിപ്പോൾ പ്രായമൊന്നുമില്ല, ചെറിയവർ മുതൽ വലിയവർ വരെ ഒരേപോലെ തന്നെയാണ്. പക്ഷെ അവസാനം പണി കിട്ടാണ്ട് സൂക്ഷിച്ചാൽ മതി. അങ്ങനെ അത് കഴിഞ്ഞ് എന്താ ചെയ്യുന്നത് വെച്ചാൽ വേറൊരു പെൺകുട്ടിയുടെ മുഖം നല്ലതുപോലെ ഇങ്ങനെ നോക്കിയിട്ട് അതുപോലെ ഇവളെ മേക്കപ്പ് ഇങ്ങനെ ചെയ്യിക്കും. അപ്പോൾ അവൾ അതുപോലെ മേക്കപ്പ് ചെയ്തിട്ട് ഹീറോയോട് ചോദിക്കും എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കൊള്ളാലോ എന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ ഇതുപോലെ മേക്കപ്പ് ചെയ്തിട്ട് കണ്ടിട്ട് തന്നെ ഒരു പ്രേതത്തെ പോലെ ഇരിക്കുന്നു, ഇതുപോലെ ഓരോ സ്ഥലത്തും കൊണ്ടുപോയിട്ട് എന്നെ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ നിർത്താനല്ലേ, അതെന്തായാലും എനിക്ക് ശരിയാവത്തില്ല എന്നും പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെട്ട് റൂമിനകത്തേക്ക് പോയി അങ്ങ് ഡോർ അടയ്ക്കും. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ റോബർട്ടിനോട് ഹീറോ വന്നിങ്ങനെ പറയാണ്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഹീറോ അപ്പോൾ റോബർട്ട് പറയും ശരി, അങ്ങനെയാണെങ്കിൽ അവളെ ആകർഷിക്കാൻ വേണ്ടി കുറച്ചുകൂടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ ഹീറോ ഇതേപോലെ ഒരു ഡിന്നർ അവൾക്ക് വേണ്ടി ഇങ്ങനെ ശരിയാക്കും. എന്നിട്ട് ഇവർ രണ്ടുപേരും അവിടെ ഇങ്ങനെ സംസാരിച്ച് നമ്മുടെ ഹീറോയെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ, അവളെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം പരസ്പരം ഇവർ രണ്ടുപേരും ഷെയർ ചെയ്യും. ആ ഒരു സമയത്ത് ഈ ഒരു വീടിനകത്ത് അവൾ പോലും കാണാതെ നമ്മുടെ റോബർട്ട് ഉണ്ടായിരുന്നു. റോബർട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം കാണുകയാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് റോബർട്ട് ഹീറോയോട് പറയും ഹേയ് നീ നല്ലതുപോലെ തന്നെ സംസാരിച്ചു, അതുപോലെ നീ പറയുന്നത് പോലെയല്ല അവൾ കുറച്ചുകൂടി സുന്ദരിയാണ്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മുടെ ഹീറോ അവൻ ഈ വർക്കും കാര്യങ്ങളായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് സാറ എന്ന് പറഞ്ഞ റോബർട്ടിന്റെ കാമുകയുണ്ടല്ലോ അവൾ അവിടേക്ക് വന്നിട്ട് ഹീറോയെ ഇങ്ങനെ വിളിച്ചിട്ടാണ് എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. അപ്പോൾ ഹീറോ പറയും ഒട്ടും പേടിക്കണ്ട, എന്നോടത് പറയാൻ പറയുമ്പോൾ ഇത്തവണ നോക്കണം നമ്മുടെ ഹീറോ ഇതിനു മുന്നേ അവളുടെ മുഖത്ത് പോലും നേരെ ചൊവ്വേ നോക്കത്തില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ നോക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയും ഇല്ല, അവനിപ്പോൾ എന്നിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്, അവൻ്റെ സംസാര രീതി ക്ലെയർ എന്ന് പറഞ്ഞ ഏതോ ഒരു പെണ്ണിനെ പറ്റി അവൻ കൂടുതലായിട്ട് സംസാരിക്കുന്നു, അതുകൊണ്ട് തന്നെ എന്നെ അവൻ ഒരുപാട് വെറുക്കുന്നത് പോലെ എന്നെല്ലാം പറയുമ്പോൾ ഹീറോ പറയും ശരി ഞാൻ അവളോട് സംസാരിക്കാമെന്നും പറഞ്ഞ് ഹീറോ നേരെ റോബർട്ടിനെ കാണാൻ പോയിട്ടാണ് പറയുന്നത് ദേ നമ്മൾ തമ്മിലുള്ള എല്ലാം ഇവിടെ അവസാനിക്കുകയാണ്, നിനക്കുള്ള നീ ചെയ്തതിനുള്ള പണം മുഴുവനായിട്ട് ഈ ഒരു ചെക്കിലുണ്ട്, എത്രയെന്ന് വെച്ചാൽ നീ എഴുതിയെടുത്തോ,
ഒരാളെ വിശ്വസിച്ച് ഒരു കാര്യം പറയാൻ കഴിയത്തില്ല എന്നും പറഞ്ഞ് ഹീറോ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് നടന്നു പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ക്ലെയറിനെ കാണാനായിട്ട് അവളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഇത്തവണ അവനെ അവളുടെ റൂമിനകത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവൻ പറയും, ഇത്രയും കാലം നീ എങ്ങനെയാണ് ഇതിനകത്ത് തനിച്ച് താമസിക്കുന്നത്? നിന്നെ എന്തായാലും എനിക്ക് പുറത്ത് കൊണ്ടുപോയേ പറ്റൂ. അപ്പോൾ പറയും, എനിക്ക് നല്ലതുപോലെ പേടിയാവുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ അവിടെയുള്ള ഒരു ഷെൽഫിൽ നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു റോബോട്ട് ഉണ്ടല്ലോ, അതിന്റെ പല ഭാഗങ്ങളും ഇവിടെ ഇരിക്കുന്നു. ഇത് കാണുമ്പോഴത്തേക്കും ഹീറോ അത് നോക്കി നിൽക്കുന്ന സമയത്ത് അവള് റൂമിനകത്തേക്ക് പോയിട്ട്, അല്ല നിനക്കിപ്പോ എന്നേക്കാൾ കൂടുതലേ ഇവിടെയുള്ള ഫർണിച്ചറുകളുടെയാണ് താല്പര്യം എന്ന് തോന്നുന്നു എന്നും പറഞ്ഞ് അവള് ദേഷ്യപ്പെട്ട ആ ഒരു കട്ടിലേക്ക് ചെന്നിരിക്കുമ്പോൾ ഹീറോ ആയാലും പുറകെ ചെന്നിട്ട്, ഹേയ് നീ എന്താ അങ്ങനെ പറയുന്നതെല്ലാം പറഞ്ഞ് അവളെ ഇങ്ങനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ വീണ്ടും റോബർട്ടിനെ കാണാനായിട്ട് വരികയാണ്. അപ്പോഴേക്കാണ് റോബർട്ട് പറയുന്നത്, ശരി എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയും, അങ്ങനെയല്ല, നിനക്ക് സ്ത്രീകളുമായിട്ട് നല്ല ബന്ധമുണ്ട്, അതുകൊണ്ട് സ്ത്രീകളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നിനക്കറിയാം എന്ന് പറയുമ്പോൾ റോബർട്ട് പറയും, ശരി അങ്ങനെയാണെങ്കിൽ 2 നിബന്ധനകളുണ്ട്. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ സ്വകാര്യ കാര്യങ്ങൾ ഒന്നും എന്നോട് പറയരുത്. രണ്ടാമത്തേത് ഈ ഒരു ചെക്ക് പിടിച്ചോ, ഞാൻ പണത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്നും പറഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ അവൾക്ക് വേണ്ടിയിട്ട് ഒരു മോതിരം ഇങ്ങനെ വാങ്ങാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ അടുത്ത ദിവസം ക്ലെയറിനെ കാണാനായിട്ട് ആ ഒരു വീട്ടിലേക്ക് വരും. നോക്കുമ്പോഴത്തേക്കും ആ ഒരു വലിയ ഗേറ്റ്, മുന്നിലത്തെ ഡോറ് എല്ലാം തുറന്നു കിടക്കുന്നു. അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവളെ എവിടെ കാണാനില്ല. ഹീറോ പലയിടങ്ങളിലായിട്ട് അവളെ വിളിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ എവിടെയും കാണാനില്ല. എവിടെയാണെന്ന് അന്വേഷിച്ച് ആ വീട് മൊത്തമായിട്ട് നടക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ നേരെ വെളിയിലേക്ക് വന്നിട്ട് അവിടെ ആ ഒരു റെസ്റ്റോറന്റ് ഉണ്ടല്ലോ, അതിനകത്തേക്ക് കയറി ഇതുപോലെ ഒരു ബ്രൗൺ തലമുടിയുള്ള സ്ത്രീ ഈ ഒരു വീട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും ഇറങ്ങിയതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവിടെയുള്ള ഒരുത്തം പറയും, അതെ ഞാൻ കണ്ടിരുന്നു, അവൾ വളരെ പരിഭ്രാന്തിയിലാണ് വെളിയിലേക്ക് ഇറങ്ങിയത്, അതുമല്ല ആ ഒരു വശത്തേക്കാണ് അവൾ പോയത് എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോ, ആ ഒരു കെയർ ടേക്കർ, അതേപോലെ തന്നെ റോബർട്ട്, ഇവർ 3 പേരായിട്ട് അവളെ ഇപ്പോൾ അന്വേഷിച്ച് നടക്കുകയാണ്. അതുപോലെ ഒരു വലിയ പാർക്കുണ്ട്, അവിടേക്ക് വന്ന് അവിടെയെല്ലാം ഇങ്ങനെ ചുറ്റി നടക്കുമ്പോഴത്തേക്കും എവിടെ നോക്കിയിട്ടും അവളെ കാണാനില്ല. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു കോൾ വരുന്നത്, സാർ ഇന്ന് നിങ്ങളൊരു കാര്യം മറന്നു, ഇന്ന് ലേലം വിളിയുണ്ട്, വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഓക്കെ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരോടും തേടാൻ പറയും. എന്നിട്ട് ഹീറോ നേരെ ലേലം വിളിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ട് ഇപ്പോൾ ആകെ ടെൻഷൻ അടിച്ച് വിയർത്തല നിൽക്കാണ്. ഇപ്പോൾ ലേലം വിളി സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ ലേലം വിളിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്തും നമ്മുടെ ഹീറോയ്ക്ക് നല്ല ടെൻഷൻ, അതുകൊണ്ട് കറക്റ്റായിട്ട് പറയാൻ കഴിയുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു കെയർ ടേക്കർ, അതേപോലെ തന്നെ റോബർട്ട്, ഇവർ രണ്ടുപേരും മാറി മാറി വിളിക്കുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു മോശമായിട്ടുള്ള പെയിന്റിങ് അത് കൊണ്ടുവന്ന് അതിനെപ്പറ്റി ഒരുപാട് വിവരിക്കുമ്പോൾ എല്ലാവരും അത് കണ്ട് ഇങ്ങനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങും. കാരണം ഇപ്പോൾ സമനില തെറ്റിയിട്ട് എന്തൊക്കെയോ പറയുന്നത് പോലെ ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ റോബർട്ടിന്റെ അടുത്തേക്ക് വന്നിട്ട്, ഇപ്പൊ അവളെ പറ്റി അറിയാവുന്ന ഒരേ ഒരാൾ നീ മാത്രമാണ്, വേറെ ആർക്കും അവളെ പറ്റി അറിയത്തില്ല എന്നെല്ലാം പറയുമ്പോൾ സാറേ ഉണ്ടല്ലോ അവള് വെളിയിലേക്ക് വരുന്നതും റോബർട്ട് നേരെ അവളോട് പോയി ഇങ്ങനെ സംസാരിക്കും. അത് കഴിഞ്ഞ് ഹീറോ പിന്നെയും ടെൻഷൻ അടിച്ചിട്ട് നടക്കാണ്. കാരണം ഈ 2-3 ദിവസമായിട്ട് അവളെ കാണാനില്ല. അതുപോലെ ആ ഒരു താടിക്കാരൻ അപ്പൂപ്പനുണ്ടല്ലോ, ആ ഒരു അപ്പൂപ്പനോടും നമ്മുടെ ഹീറോയുടെ ഈ ഒരു കാര്യങ്ങൾ, ഇതേപോലെ ഒരു പെൺകുട്ടിയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ ഒരു അപ്പൂപ്പനായാലും പല രീതിയിൽ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ടാണ് ചോദിക്കുന്നത്, അല്ല ആ ഒരു വീട്ടിൽ വേറെ രഹസ്യമുറികളൊന്നുമില്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നതും ഹീറോ പെട്ടെന്ന് ആ ഒരു കെയർ ടേക്കറെ വിളിച്ച് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല, ചിലപ്പോൾ ഉണ്ടാവണം എന്നും പറഞ്ഞ് ഇപ്പോൾ ആ ഒരു കെയർ ടേക്കറും നമ്മുടെ ഹീറോയും ഈ ഒരു വീടിന്റെ ബേസ്മെന്റിൽ ഒരുപാട് ഭാഗങ്ങളുണ്ട്, ഇവർക്കറിയാത്ത ഒരുപാട് സ്ഥലങ്ങൾ. അതിനകത്തൂടെ നടന്ന് ഒരു റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ ഹീറോയിൻ ഇരിക്കുന്നു. അങ്ങനെ അവളെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് അവൾ പറയുന്നത്, ഇതുപോലെ അവൾ ആ ഒരു വിനോദയാത്രയ്ക്ക് പോകുന്ന സമയത്ത് അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളെയും കാട്ടി പ്രായം കൂടിയൊരു പയ്യൻ. അങ്ങനെ ഇവർ രണ്ടുപേരും തെരുവിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കാർ വന്ന് ഇടിക്കുമായിരുന്നു. അതിൽ ആ ഒരു പയ്യൻ മരിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു പേടിയിൽ അവള് വീട്ടിലേക്ക് പോയതിനു ശേഷം പിന്നീട് ഒരിക്കലും വീട് വിട്ട് വെളിയിലേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് അവൾക്ക് ആ ഒരു അസുഖം ഉണ്ടല്ലോ അത് കൂടാനുള്ള കാരണങ്ങൾ. ഇതെല്ലാം പറഞ്ഞ് അവൾ കരയുന്നതും ഹീറോ നേരെ വന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ച് അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവർ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ഈ ഒരു കാര്യത്തെ പറ്റി നമ്മുടെ റോബർട്ടിനോട് വന്ന് അവൻ ഒരുപാട് ഇങ്ങനെ വിവരിക്കുകയാണ്. എന്നിട്ട് പ്രണയത്തെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ റോബർട്ടിനോട് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ റോബർട്ടായാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോ ഒരു ദിവസം രാത്രി ക്ലെയറിനെ കാണാനായിട്ട് അവളുടെ വീടിന്റെ അടുത്തേക്ക് വരുന്ന സമയത്താണ് പെട്ടെന്ന് വെളിയിൽ നിന്നും 2-3 പേര് വന്ന് റോബർട്ടിനെ നല്ല ദൂരം അടിക്കാൻ തുടങ്ങും. അങ്ങനെ അവനെ ഒരുപാട് അടിച്ച് താഴെക്കിട്ട് രക്തമെല്ലാം പോയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ അവൻ പെട്ടെന്ന് നമ്മുടെ ക്ലെയറിനെ ഇങ്ങനെ വിളിക്കാണ് ഈ ഒരു ശബ്ദം കേട്ട്. അങ്ങനെ ഈ ഒരു കാര്യം കണ്ട് നമ്മുടെ ക്ലെയറും പെട്ടെന്ന് വീടൊക്കെ തുറന്ന് അതിന് വെളിയിലേക്ക് വന്നിട്ട് ഇനിയിപ്പോൾ അവൾക്ക് വേറെ വഴിയില്ല, അതുകൊണ്ട് അവളുടെ അസുഖത്തിന്റെ കാര്യം വരെ മറന്ന് ഓടി വന്ന് നമ്മുടെ ഹീറോയെ പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചിട്ട് ആംബുലൻസ് എല്ലാം വിളിച്ച് അത് കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് അവൾക്ക് എത്രത്തോളം അവനെ ഇഷ്ടമാണെന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും അങ്ങനെ ആ ഒരു സംഭവം എല്ലാം കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ക്ലെയർ ഒരു കുഴപ്പമില്ല, അവളുടെ അസുഖമെല്ലാം ഒരുപാട് മാറിയിട്ടുണ്ട്. ഹീറോ ഇപ്പോൾ അവളെ വിളിച്ച് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അതെല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അതുമല്ല ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് പെട്ടെന്ന് ക്ലെയർ ഹീറോയെ വീണ്ടും കിസ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴേക്കും ഹീറോ പറയും, ശരി അങ്ങനെയാണെങ്കിൽ എൻ്റെ
ഒരു രഹസ്യകാര്യം ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് അവൻ അവളെ ആ ഒരു സീക്രട്ട് റൂം ഉണ്ടല്ലോ, ആ ഒരുപാട് പെയിന്റിംഗ് എല്ലാം വാങ്ങി വെച്ചിരിക്കുന്ന ആ ഒരു റൂം, അവിടേക്ക് കൊണ്ടുപോയി ആ ഒരു പാസ്വേഡ് എല്ലാം അടിച്ച് ആ റൂമും തുറന്ന് അതിനകത്തേക്ക് കൊണ്ടുപോയിട്ട് അവൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്. സത്യത്തിൽ ഞാൻ ഒരു സ്ത്രീകളോട് അങ്ങനെ അധികം മിണ്ടാറില്ല, പക്ഷേ ഇവിടെ എല്ലാ സ്ത്രീകളുടെ ചിത്രങ്ങളും മാത്രമാണ്. അവരോട് ഞാൻ എപ്പോഴും സംസാരിക്കാറുണ്ട്. അപ്പോൾ ക്ലെയർ പറയും, അപ്പോൾ എന്നെ കാണുന്നതിന് മുന്നേ ഇത്രയും സുന്ദരിയായിട്ടുള്ള സ്ത്രീകൾ നീ കണ്ടിട്ടുണ്ടല്ലേ? അതെ, ഇനി എന്തായാലും അവരാരും എനിക്ക് വേണ്ട, നീ മാത്രം മതി എന്നെല്ലാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് അവൾ നേരെ വന്ന് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ റോബർട്ട്, സാറ, ക്ലെയർ, ഹീറോ ഇവർ 4 പേരും കഴിക്കാനായിട്ട് ഇങ്ങനെ പോയിരിക്കുമ്പോൾ ഹീറോ എന്തോ പുതുതായിട്ടൊരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഹീറോയിന്റെ ആ ഒരു വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം വെച്ചുകൊണ്ട് ഒരു ബുക്കാണ്. അതിൽ ഓരോ സാധനങ്ങളുടെ ഫോട്ടോയും അതിന്റെ വില, ഈ ഒരു ബുക്കിലൂടെ ആർക്ക് വേണമെങ്കിലും എന്ത് സാധനവും വാങ്ങാം. ആ ഒരു രീതിയിലാണ് ആ ഒരു ബുക്ക് തന്നെ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇതെടുത്ത് ക്ലെയറിന് കാണിച്ചു കൊടുത്തിട്ട്, ദേ ഇതാദ്യമായിട്ട് നീയാണ് കാണാൻ പോകുന്നത്, ഇതോടനെ തന്നെ ഞാൻ പബ്ലിഷ് ചെയ്യും എന്ന് പറയുമ്പോൾ അവൾ പറയും, അല്ല വെർജിൽ, എനിക്കൊരു ആഗ്രഹം, ഈ ഒരു സാധനങ്ങളൊന്നും വിൽക്കണ്ട, ഇനിയിപ്പോ നീ എന്നോടൊപ്പം ഇല്ലേ, അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നെല്ലാം പറയുമ്പോൾ ഹീറോ പറയും, ഓക്കെ അത് കുഴപ്പമൊന്നുമില്ല, നിന്റെ ഇഷ്ടം പോലെ എന്നും പറഞ്ഞിട്ട് ആ ഒരു ബുക്ക് അവിടെ വെച്ച് എന്നെ കീറിയാൻ കളയാണ്. എന്റെ മോനെ, പ്രണയം തലയ്ക്ക് പിടിക്കുമ്പോഴത്തേക്ക് ഒരാൾക്ക് സംഭവിക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ, അതുമല്ല ഇവർ രണ്ടുപേരും ഉടനെ തന്നെ കല്യാണം കഴിക്കാനായിട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹീറോ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ലണ്ടനിൽ വെച്ചിട്ട് എനിക്ക് വേറെ ലേലം വിളിയുണ്ട്, അതുകൂടി കഴിഞ്ഞാൽ ഞാൻ ഇതെല്ലാം നിർത്താൻ പോവാണ് എന്നെല്ലാം പറഞ്ഞ് ആ ഒരു പെയിന്റിങ് ഒരുപാട് പണത്തിന് ലേലം വിളിച്ചിട്ട് അതും ഹീറോ തന്നെ വാങ്ങുന്നുണ്ട്. എന്നിട്ട് ആ ഒരു താടിക്കാരൻ അപ്പൂവനോട് പറയും, ശരി ഇനി നമ്മൾ കാണാൻ പോകുന്നില്ല. അങ്ങനെ അയാളോട് യാത്രയെല്ലാം പറഞ്ഞിട്ട് ഹീറോ തിരിച്ച് തന്റെ വീട്ടിലേക്ക് വന്നിട്ട് ക്ലെയറിനെ വിളിക്കാണ്. ക്ലെയർ എവിടെയാ? ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞ് അകത്തേക്ക് ഒന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല. അപ്പൊ അവിടെ ഒരു ജോലിക്കാരനുണ്ട്, അയാളോട് ഒന്ന് ചോദിക്കും, അല്ല ക്ലെയർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ റോബർട്ടും സാറയും വന്നിരുന്നു, പിന്നെ ഡിന്നർ കഴിക്കാനായിട്ട് അവർ വെളിയിലേക്ക് പോയി, പിന്നെ ഇതുവരെ വന്നില്ല എന്ന് പറയുമ്പോൾ ഓക്കെ ശരി ഞാൻ വിളിച്ചോളാന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കാണ് ക്ലെയറിന്റെ ആ ഒരു പെയിന്റിംഗ് ഉണ്ടല്ലോ അവളുടെ വീട്ടിലിരുന്ന ആ ഒരു പെയിന്റിംഗ് അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഹീറോ ആ ഒരു പെയിന്റിംഗും എടുത്ത് അതും കൊണ്ട് നേരെ അവന്റെ ആ ഒരു സീക്രട്ട് റൂം ഉണ്ടല്ലോ അതിനകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ആ ഒരു റൂം തുറക്കുന്നതും ഇവിടെയാണ് ട്വിസ്റ്റ്. വേറെ ഒന്നുമല്ല, അതിനകത്ത് ഒരു ഒറ്റ പെയിന്റിംഗ് പോലും കാണാനില്ല. ആ ഒരു മുറി തന്നെ കാലിയായിട്ട് ഇങ്ങനെ കിടക്കുന്നു. അങ്ങനെ കിളി പോയി നമ്മുടെ ഹീറോ അവിടെ നിൽക്കുമ്പോഴത്തേക്കും പുറകിൽ എന്തോ ഒരു കാര്യം തിരിഞ്ഞു നോക്കുമ്പോൾ അത് നമ്മുടെ റോബർട്ട് നിർമ്മിച്ച ആ ഒരു പാർട്സ് എല്ലാം കൊണ്ടുവന്ന് നിർമ്മിച്ച ആ ഒരു റോബോട്ടല്ലോ അതിപ്പോ പൂർത്തിയാക്കി വെച്ചേക്കാണ്. അതിൽ നിന്ന് എന്തോ ഒരു ശബ്ദവും കേൾക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നതൊന്നും എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്, ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു മിസ്റ്റർ ഓൾഡ് മാൻ എന്നും പറഞ്ഞൊരു ശബ്ദം കേൾക്കുന്നതും ആ റോബോട്ട് ഇരിക്കുന്ന ആ പെട്ടിയുടെ താഴെ അവർ റെക്കോർഡ് ചെയ്യുന്ന ഒരു പഴയ ഉപകരണം കണ്ടുപിടിച്ചിരുന്നല്ലോ, അതാണ് ഇപ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നാണ് ആ ഒരു ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഹീറോ ഒരു വീൽ ചെയറിലെ ഓൾഡ് ഏജ് ഹോം ഉണ്ടല്ലോ അതിനകത്ത് നിന്നും ഒരു നേഴ്സിനെ തള്ളിക്കൊണ്ടുവരുന്നു. അതുമല്ല ഹീറോയുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരാള് ഹീറോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് മാസികകള്, പത്രങ്ങള് ഇതെല്ലാം വാങ്ങി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതേസമയം ഇവിടെ എന്താണ് സംഭവിച്ചെന്ന് കാണിക്കുമ്പോൾ അന്ന് ആ ഒരു സംഭവത്തിന് ശേഷം ഹീറോ ക്ലെയറിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരും. പക്ഷെ അവിടെ ആരെയും കാണാത്തത് കൊണ്ട് തന്നെ അടുത്തുള്ള ആ ഒരു റെസ്റ്റോറന്റിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഇത്തവണ ഹീറോ എന്തായാലും കോഫി ഓർഡർ ചെയ്തിട്ട് അത് കുടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഹീറോ അയാളോട് ചോദിക്കും, അല്ല ആ ഒരു വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ എപ്പോഴെങ്കിലും പുറത്ത് വന്നായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഇല്ല ഞാൻ അങ്ങനെ അധികം കണ്ടില്ല, നീ വേണമെങ്കിൽ അതേ ആ ഒരു സ്ത്രീയോട് ചോദിച്ചു നോക്ക്, അവൾ എപ്പോഴും അവിടെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഹീറോ നേരെ ചെന്ന ആ ഒരു പൊക്കം കുറഞ്ഞ സ്ത്രീ ഉണ്ടല്ലോ അവരോട് ഇങ്ങനെ ചോദിക്കുകയാണ്. കാരണം അവർക്ക് അത്രയും മെമ്മറി പവറാണ്, ഇത്ര വർഷം പുറകെയുള്ള കാര്യമാണെങ്കിലും അവൾ ഓർത്തിരിക്കും. അപ്പൊ ആ ഒരു സ്ത്രീ പറയുന്നുണ്ട്, അതെ അതിന് പിറ്റേന്ന് എല്ലാ പണിക്കാരും ഇവിടേക്ക് വന്ന് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി. അതെ 18 മാസത്തിനുള്ളിലെ 3 ഡെലിവറികളും 3 നീക്കം ചെയ്യലുകളും നടന്നിട്ടുണ്ട്. അപ്പോൾ ഹീറോ പറയും, കുറച്ചു മുന്നേ ഞാൻ ഇവിടെ വന്നിരുന്നു, നിങ്ങളത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ 9 തവണ നിങ്ങൾ മൊത്തത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്, ഇന്നും കൂടി ആയപ്പോഴത്തേക്കും 10 ദിവസമായി. അപ്പോൾ ഹീറോ ചോദിക്കും, ശരി അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീ ആ ഒരു വില്ല വിട്ട് പുറത്തു പോകുന്നത് നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് 231 തവണ. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല നിനക്ക് ഉറപ്പാണോ? പിന്നെ ഒരു 6 തവണ കൂടി 1.5 വർഷത്തിനുള്ളിൽ അവള് 237 തവണ പുറത്തു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നതും ഹീറോയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതൊരിക്കലും സത്യമല്ല എന്ന് പറയുമ്പോൾ അവർ പറയും, നിങ്ങൾ 63 തവണ ഈ ഒരു വില്ലയിൽ വന്നു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ അന്ന് രാത്രി ആ ഒരു ആക്സിഡന്റ് നടന്നു, അതും കൂടി കൂട്ടിയിട്ടാണ് ഈ ഒരു കണക്ക്. ഇപ്പോൾ എന്തായാലും ഈ ഒരു വില്ല ഫ്രീ ആണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനത് തരാന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും, ഇത് ആരുടേതാണ്? അപ്പോഴാണ് ആ ഒരു ലേഡി പറയുന്നത് അത് തന്റെയാണെന്ന്. ഇതെന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പല സമയവും സിനിമാക്കാർക്ക് ഇത് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. സിനിമാക്കാരോ? അതെ, കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു എഞ്ചിനീയർ ആണ് ഈ ഒരു വില്ല വാടകയ്ക്ക് എടുത്തത്. എന്നെ ഈ ഒരു വീട്ടിൽ നിന്ന് മുകളിലേക്ക് ലിഫ്റ്റിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. അവൻ നല്ലൊരു പയ്യനാണ്, അവന്റെ പേര് റോബർട്ട് എന്നാണ്. അവൻ എപ്പോഴും സംസാരിച്ചു കഴിഞ്ഞ് എന്നെ കിസ് ചെയ്യാറുണ്ട്. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം ഹീറോ നേരെ റോബർട്ടിന്റെ ആ ഒരു ഷോപ്പിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെയും കാലിയായിട്ട് തന്നെ കിടക്കുന്നു. അത് കഴിഞ്ഞ് ക്ലെയറിനെയും റോബർട്ടിനെയും മാറി മാറി ഒരുപാട് തവണ വിളിക്കുന്നുണ്ട്, പക്ഷെ അവർ ഫോൺ എടുക്കുന്നില്ല. അവിടെയാണ് എല്ലാ ചതിയും നമുക്ക് മനസ്സിലാവുന്നത്. റോബർട്ട് എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ, അവനാണ് ഇതെല്ലാം പ്ലാൻ ചെയ്ത് നമ്മുടെ ഹീറോയുടെ കയ്യിൽ നിന്നും
ആ ഒരു പെയിന്റിംഗ് എല്ലാം അടിച്ചു മാറ്റാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഹീറോയും മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ആ ഒരു പെയിന്റിംഗ് എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് തന്നെയാണ് കൈക്കലാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയെ ഇതുപോലെ പറ്റിക്കാൻ വേണ്ടി അഗ്രോഫോബിയ എന്നുള്ളൊരു അസുഖം ക്ലെയറിനുണ്ടെന്ന് വരുത്തി തീർത്ത് ആ ഒരു വീട്ടിൽ പല സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് ഹീറോ അതെല്ലാം ലേലത്തിൽ വിൽക്കാൻ വേണ്ടി അവളെ കൊണ്ട് അവനെ വിളിപ്പിച്ച് ഇതുപോലെ പതിയെ പതിയെ അവന്റെ സ്നേഹം പിടിച്ചു പറ്റി ആ ഒരു സീക്രട്ട് മുറിയുടെ പാസ്വേഡ് എങ്ങനെയും കണ്ടുപിടിക്കണമായിരുന്നു. അതായിരുന്നു ഇവർക്ക് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു നാടകം ഇവരെല്ലാവരും കൂടി ചേർന്ന് കളിച്ച് നമ്മുടെ ഹീറോയെ പറ്റിച്ചത്. അപ്പൊ ഹീറോ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് നോക്കുകയാണ്. കാരണം ഒരു പെണ്ണിനെ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരുത്തന്റെ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് അവൻ ഒരുപാട് ആഗ്രഹങ്ങളും കൊടുത്ത് അവസാനം അവനെ തന്നെ ചതിച്ച് അവരുടെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞപ്പോ അവനെ ഉപേക്ഷിച്ച് അവര് പോവുകയും ചെയ്തു. അങ്ങനെ ഇപ്പോ ഹീറോ ഒരു പണക്കാരനല്ല, ഒരു സാധാരണ മനുഷ്യനാണ്. കാരണം അവന്റെ ആ ഒരു അസുഖം കാരണം അവൻ ഒരുപാട് നാളും ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. അതുപോലെ ഈ ഒരു കാര്യത്തെ പറ്റി പോലീസിനോട് പരാതി കൊടുക്കാനും കഴിയത്തില്ല. കാരണം അവനും മറ്റുള്ളവരെ പറ്റിച്ചാണ് ആ ഒരു സാധനം കൈക്കലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് പോലീസിലും പരാതി കൊടുക്കാൻ കഴിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ പാരീസിലേക്ക് പോവും. അതും അവൾ കൊടുത്ത ആ ഒരു പെയിന്റിംഗ് ഉണ്ടല്ലോ അതും കൊണ്ട്. അങ്ങനെ പാരീസിലേക്ക് അവിടുത്തെ ടൈം സ്ക്വയറിലേക്ക് ചെന്ന് ക്ലെയർ ഇതിനു മുന്നേ അവൾ കുട്ടിക്കാലത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, ഒരു മെക്കാനിക്കൽ റെസ്റ്റോറന്റ്. ആ ഒരു റെസ്റ്റോറന്റ് ഇപ്പോൾ നമ്മുടെ ഹീറോ കണ്ടുപിടിച്ചിട്ട് അതിനകത്തേക്ക് പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വെയിറ്റർ വന്നിട്ട് സാർ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും ഇല്ല, ഞാൻ ഒരാളെ കാത്തിരിക്കുകയാണ് എന്നിങ്ങനെ പറയുന്നതും വേറെ ഒന്നുമല്ല, ക്ലെയർ ഒരു സീനില് അവനോട് ആ ഒരു റൂമിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അതുമാത്രം സത്യമാണ് എന്നുള്ള കാര്യം. ഒരുപക്ഷെ അത് വിശ്വസിച്ചായിരിക്കണം ഹീറോ നേരെ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു സ്ഥലത്തേക്ക്, ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് അവൻ പോയിരിക്കുന്നത്. അവളെ പ്രതീക്ഷിച്ച് എന്തായാലും ഇത്രയും നാടകം നടത്തിയത് നമ്മുടെ ഹീറോയെ ഇതുപോലെ പറ്റിക്കാനാണെന്ന് മാത്രം ഹീറോയ്ക്ക് ഒരിക്കലും മനസ്സിലായില്ല. അതാണ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയൊരു ക്ലൈമാക്സ്. ഓക്കെ, എന്തായാലും ഇതോടെ ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. അവളെ കണ്ടുപിടിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇതിൽ കാണിക്കുന്നില്ല. ഒരുപക്ഷെ ഇവര് രണ്ടുപേരും മാത്രം ഇനി ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിച്ചു കാണും. അതെന്താണെന്ന് ഈ ഒരു മൂവിയിൽ പറയുന്നില്ല. എന്തായാലും ഈ ഒരു മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.